എനിക്ക് 40 വയസ്സാകുന്നൊരു ദിവസം, അന്നെൻ്റെ ഒരു സുഹൃത്ത് ആ വർഷത്തിൽ, ആ ദിവസത്തിലല്ല, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കൂടെ MBBS പഠിച്ച ഒരാൾ, അമുസ്ലിമായ ഒരു സഹോദരൻ, അദ്ദേഹം എന്നെ വിളിച്ചു. രാത്രിയാണ്. നീ എവിടെയുണ്ട് ചോദിച്ചു. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലുണ്ട്, എനിക്ക് പെട്ടെന്ന് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ കാണാൻ വന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം എന്താ വെച്ചാൽ, ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? 40 വർഷമായി ഞാൻ MBBS പഠിച്ചു, PG ചെയ്തു, അപ്പോൾ നന്നായി ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ 40ാമത്തെ പിറന്നാളാണ്. അപ്പം അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ചിന്ത എന്താ വെച്ചാൽ, എന്തിനു വേണ്ടിയാണ് ഈ ജീവിതം എന്നാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പഠിക്കുന്ന കാലത്ത് നിങ്ങൾ മൈക്ക് കെട്ടി പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അപ്പൊ ആ ചോദ്യം മൂപ്പർ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, എല്ലാ മനുഷ്യർക്കും ഈ വൈബുകളൊക്കെ അവസാനിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരും. ജീവിതത്തിലെ എന്തെങ്കിലും അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ, അത് രോഗമാകാം, ഉറ്റവരുടെ മരണമാകാം, വലിയ സാമ്പത്തിക നഷ്ടങ്ങളാകാം. അങ്ങനെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവങ്ങൾ വന്ന് ജീവിതം വന്ന് മുട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ സ്വന്തത്തോടെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് ഈ ജീവിതം? എന്തിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്? സഹോദരങ്ങളെ, ജീവിതത്തെക്കുറിച്ച് ഏറ്റവും കൃത്യമായ ലക്ഷ്യം നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്, തന്നിട്ടുള്ളത്, മനുഷ്യരെ സൃഷ്ടിച്ച, മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച, ഈ സകലതും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അത് കൃത്യമായി പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ അത് മനുഷ്യനെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ മാത്രം ആരാധിക്കാനാണ് ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചത് എന്ന് പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. അപ്പൊ എന്താണ് ആരാധന? എന്താണ് ആരാധിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മളൊക്കെ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ആരാധന എന്നത്? അല്ലേ? പ്രത്യക്ഷവും പരോക്ഷവുമായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകൾക്കും പ്രവർത്തികൾക്കുമാണ് ആരാധന എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ജീവിതം എന്നുള്ളത്, കാരണം നമ്മൾ ജീവിതത്തെ പറ്റി കൃത്യമായ ഒരു ലക്ഷ്യം നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അത് മനസ്സിലാക്കി ജീവിച്ചിട്ടില്ലെങ്കിലുള്ള വലിയൊരു ദുരന്തം എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുന്നുള്ളതാണ്. അല്ലേ? അത് മിക്കവാറും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ജോലി, വീട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ്, ഒരു സ്ഥാപനം, അങ്ങനത്തെ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നശിച്ചു പോകുന്ന എന്തെങ്കിലും ലക്ഷ്യങ്ങളാണ് പലപ്പോഴും ആളുകൾ ജീവിതത്തിന്റെ ലക്ഷ്യമായി അറിഞ്ഞോ അറിയാതെയോ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കൈവരിക്കുന്നതിൽ, അല്ലെ, ആ പ്രയാണത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം, തടസ്സം ഉണ്ടാവുമ്പോൾ ആളുകൾ അസ്വസ്ഥരാകുകയാണ്. അല്ലേ? എല്ലാം തകർന്നു, എന്തിനു ജീവിക്കണം എന്ന് തോന്നിപ്പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം എന്നത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായി അർ-റഹ്മാൻ, അർ-റഹ്മാൻ, റഹ്മാനായ അല്ലാഹു. നോക്കി, അള്ളാഹുവിന്റെ നാമം എന്നത് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹു എന്ന് പറയാൻ ചില ആളുകൾക്ക് മടിയുണ്ട്. അല്ലേ? അന്യമതസ്ഥരൊക്കെ നിൽക്കുന്ന സദസ്സിൽ ചിലപ്പോൾ ആളുകൾ അള്ളാഹു എന്നതിന് പകരം ദൈവം എന്നൊക്കെ പറയുന്നത് കേൾക്കാം. സഹോദരങ്ങളെ, അള്ളാഹു എന്നത് വർഗീയമായ ഒരു പേരല്ല. അള്ളാഹു എന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അവന്റെ പേരായി അവൻ അറിയിച്ചു തന്ന പേരാണ് അള്ളാഹ് എന്നുള്ളത്. ഇസ്മുൽ ജലാലയാണ്. അല്ലേ? ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമമാണ്. അല്ലേ? അതിന് സ്ത്രീലിംഗമില്ല, അതിന് പുല്ലിംഗമില്ല, അതിന് ബഹുവചനങ്ങളില്ല. അല്ലേ? അതിന് മറ്റു തരത്തിൽ ഒന്നും പറയത്തക്ക യാതൊരു വിധത്തിലുള്ള വിശേഷണങ്ങളും, അല്ലെങ്കിൽ ഒരു പാരലായിട്ട് പറയാൻ പറ്റിയൊരു വാക്കില്ല. അല്ലെ? ഒരു തമ്പുരാൻ എന്ന് പറഞ്ഞാൽ കൊച്ചമ്പുരാണ്ട്, വല്യമ്പുരാണ്ട്, അങ്ങനെ പലതരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ദൈവം എന്ന് പറയുമ്പോൾ ദേവിയുണ്ട്, ദേവതകളുണ്ട്, അല്ലേ? ദേവന്മാരുണ്ട്, കുട്ടി ദൈവങ്ങളുണ്ട്, പലതരത്തിൽ വിശേഷിപ്പിക്കാം. അള്ളാഹ് എന്നതിന് ആ പേരിന് ഒരു മാറ്റം വരുത്താൻ സാധ്യമല്ല. അത് സ്ത്രീലിംഗമില്ല, പുല്ലിംഗമില്ല. അള്ളാഹു അള്ളാഹുവിന്റെ പേരായി അറിയിച്ചു തന്നതാണ്. അതുകൊണ്ട് അള്ളാഹ് എന്ന് തന്നെ നമ്മൾ പറയണം. അതിൽ നമ്മൾ ഒരു മടിയും കാണിക്കേണ്ടതില്ല. ആ അള്ളാഹു എന്ന പദത്തോട്, ആ പേരിനോട് കിടപിടിച്ച് നിൽക്കുന്ന അള്ളാഹുവിന്റെ ഒരു പേരാണ് അർ-റഹ്മാൻ എന്നത്. അർ-റഹ്മാൻ എന്നത്, അർ-റഹ്മാൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ഖലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലേ? അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു.
അവനെ അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ, അവനെ ബയാൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് റഹ്മാനായ അള്ളാഹു കൃത്യമായിട്ട് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? ഖുർആൻ പഠിപ്പിക്കുക വഴി, വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുക വഴി ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പ്രവാചകനായി നിയോഗിച്ചിരുന്നത്. ഞാനിവിടെ വീണ്ടും ഊന്നി പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, പലപ്പോഴും ജീവിതത്തിൽ നിരാശപ്പെടുന്ന ആളുകൾ അല്ലെ, ചെറിയ ചെറിയ ലക്ഷ്യങ്ങളെ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യമായി കണ്ട് അത് പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ എല്ലാം തകർന്നു, എല്ലാം നശിച്ചു, ഇനി ഞാൻ എന്തിന് ജീവിക്കണം അല്ലേ? ഈ ജീവിതത്തിനൊരു അർത്ഥമില്ല, അല്ലെങ്കിൽ ഇത് പടച്ചോനില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. വലിയ പ്രയാസം വരുമ്പം ഞാൻ ഇത്ര കാലം നിസ്കരിച്ചിട്ട് എന്താ ഉണ്ടായത്, ഞാൻ ഇത്ര കാലം സക്കാത്ത് കൊടുത്തിട്ട് എന്താ ഉണ്ടായത് എന്നൊക്കെ ഈ മതമൂല്യങ്ങളെ നിഷേധിക്കുന്ന, മതനിരാസത്തിന്റെ കുഫറിന്റെ വാക്ക് പറയുന്ന ആളുകളുണ്ട് അല്ലേ? അവർക്ക് സംഭവിച്ച ദുരന്തം എന്താണ് അറിയുന്നത്? അവർ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അല്ലേ? ആളുകൾ ഉണ്ടാക്കുന്ന ഈ റീൽസും ഷോർട്സും ഒക്കെ കണ്ടിട്ട്, ഈ സെലിബ്രിറ്റികളെ കണ്ടിട്ട് ഇതാണ് ജീവിതം, ഇതിനു വേണ്ടിയാണ് ജീവിതം, ഇതില്ലാത്തവരൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് അല്ലെ? അങ്ങനെയാണ്. നല്ലൊരു ജോലി ഇല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മളൊന്നും നേടിയിട്ടില്ല എന്ന് തോന്നുന്ന ആളുകളുണ്ട് അല്ലേ? മക്കളില്ലാത്തവര്, സമ്പത്തില്ലാത്തവര്, സമ്പാദ്യങ്ങളില്ലാത്തവര്, അവരെല്ലാം ജീവിതത്തിൽ നഷ്ടക്കാരാണ് എന്ന് ആരൊക്കെയോ നമ്മളെ മനസ്സിൽ എവിടെയൊക്കെ കോരിയിട്ടത് അത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും നീറിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, സത്യത്തിൽ നമ്മൾ ജീവിതത്തെ മനസ്സിലാക്കേണ്ടത് നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ വീണ്ടും തിരിച്ചു വിളിക്കുന്ന ഒരു റബ്ബുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യത്തെ പോയിന്റ് എന്താ വെച്ചാൽ, ജീവിതം എന്നതിനെ ഒരു ചെറിയ ഫ്രെയിമിൽ, ഒരു ജനനം കൊണ്ട് തുടങ്ങി മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ചെറിയ ഫ്രെയിമിലാണ് ആളുകൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഫ്രെയിമിൽ നിന്ന് ആ ജീവിതത്തെ നിങ്ങൾ മാറ്റി മനസ്സിലാക്കണം. ജീവിതം എന്നത് വലിയൊരു ഫ്രെയിമാണ്. അതെവിടെയാണ് സഹോദരങ്ങളെ തുടങ്ങുന്നത്? അത് തുടങ്ങുന്നത് മരണം മുതലാണ്. മരണം മുതൽ തുടങ്ങുന്ന മരണാനന്തര ജീവിതമെന്ന, മരണമില്ലാത്ത ജീവിതം, ഒടുക്കമില്ലാത്ത ജീവിതം, ആ ഒരു ജീവിതത്തെയാണ് സഹോദരങ്ങളെ നമ്മൾ മുന്നിൽ ലക്ഷ്യം വെക്കേണ്ടത്. അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പ്രതിസന്ധികളിലും തട്ടി നമ്മൾ വീഴും. അത് ഒരു വിശ്വാസി അങ്ങനെ വീഴേണ്ടവനല്ല. ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാട്, മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതമാണ് ജീവിതമെന്ന് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം വളരെ എളുപ്പമുള്ളതാണ് അല്ലേ? മതമെന്നത് എളുപ്പമുള്ള കാര്യമാണ്. നമുക്കെന്താ പറയുക, നമ്മൾ മതത്തെപ്പറ്റി മനസ്സിലാക്കിയതും ആളുകൾ നമ്മളെ പലപ്പോഴും കലിയാക്കുന്നു. ഇപ്പോൾ എന്നെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും ആൾക്കാർ പറയണം, എനിക്കൊക്കെ കുറച്ച് കൂടുതലാണ്, ഇത്രയൊന്നും ആവശ്യമല്ല. അങ്ങനെയാണ്. കുറച്ച് ദീനനുസരിക്കുന്ന ജീവിക്കുന്ന ആളുകളെ പറ്റിയൊക്കെ ഇപ്പോൾ ആൾക്കാർ കുറച്ച് ഓവറാണെന്ന് പറയാം. സഹോദരങ്ങളെ, മതം ഞാനോ നിങ്ങളോ ഉണ്ടാക്കിയതല്ല. മതം എന്നത് അള്ളാഹുവിന്റെ മതമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതമാണ് ഇസ്ലാം. അതിന്റെ നിയമങ്ങൾ സമാവിയാണ് അല്ലേ? അത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് ആകാശലോകത്ത് നിന്ന് അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഇവിടെ ആളുകളൊക്കെ എന്താ വെച്ചാൽ, ഈ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ നഷ്ടമാണ് ജീവിതത്തിന് ഒരു ആസ്വാദ്യവും പിന്നെ ആസ്വാദകരമായ കാര്യങ്ങളൊക്കെ ഇസ്ലാം അത് വിരോധിച്ചിട്ടുണ്ട്. ഇപ്പൊ മയക്കുമരുന്നാകട്ടെ അല്ലെ, ഒരു സിനിമ കാണാൻ പറ്റൂല അല്ലെ, ഒരു സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റൂല. എന്തേറെ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള മനുഷ്യൻ ആസ്വാദനങ്ങളായി നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തപ്പെടുന്ന സകല കാര്യങ്ങളെയും അത് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാം അതിനൊക്കെ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്തോ വലിയ ഒരു പ്രയാസത്തിലാണ് മുസ്ലിങ്ങളൊക്കെ എന്ന് ബോധ്യപ്പെടുത്താനാണ് പലപ്പോഴും ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും ചിലപ്പോൾ നമ്മളെ നാവിൽ നിന്നൊക്കെ അറിയാതെ അങ്ങനെ വന്നു പോയിട്ടുണ്ടാവും. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ പരാജയപ്പെട്ടത് എവിടെയെന്ന് ചോദിച്ചാൽ, നമ്മൾ അല്ലാഹുവിനെ അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. കാരണം ഇത് ഇത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴും ഞാൻ ചില കാര്യങ്ങൾ പലതും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. കാരണം അദ്ദേഹം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെയധികം സെർച്ച് ചെയ്ത് വളരെയധികം പഠനം നടത്തിയിട്ടാണ് ജീവിതത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തോട് വെറുതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ കൈ കിട്ടിയാൽ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊക്കെ കുറച്ച് ഓവറാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മുസ്ലിമാണ് അദ്ദേഹം.
അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ വെറുതെ ചോദിച്ചു, അവന് ഹെപ്പറ്റൈറ്റിസ് ഉള്ള സമയമാണ്. അപ്പോൾ ബോട്ടിൽ വെള്ളമാണ് സാധാരണ ആളുകൾ കുടിക്കുക. കാരണം അത് ഈ ഇപ്പോൾ ഹോട്ടലിൽ കൊണ്ടുവരുന്ന വെള്ളത്തിൽ മഞ്ഞപ്പിത്തുണ്ടോ ഇല്ലേന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ബോട്ടിലെ വെള്ളം കുടിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂപ്പരോട് ചോദിച്ചു, എന്താണ് സത്യത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് എപ്പോഴും നമുക്ക് ബേജാറ് വരിക, അല്ലേ? ഇപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം വരുമോ, ഒരു മഞ്ഞപ്പിത്തമുള്ള സമയത്ത് നമുക്ക് മഞ്ഞപ്പിത്തം വരുമോ, പകരോ? ഈ മഞ്ഞപ്പിത്തം വന്നാൽ തന്നെ അധികം ആൾക്കാരത് മാറിപ്പോവും, പക്ഷെ അപൂർവമായിട്ട് ആളുകൾ മരിക്കും. അപ്പം ഇനി ഞാൻ മരിക്കുമോ, എൻ്റെ മഞ്ഞപ്പിത്തം മൂർച്ഛിക്കുമോ, ഇപ്പം ഒരു ജോലിയാണെങ്കിൽ ഇപ്പം എൻ്റെ ജോലി നഷ്ടപ്പെടുമോ, അങ്ങനെ ജോലി പിരിച്ചുവിടുമോ, അങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ച് ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ആലോചിച്ച് ആശങ്കപ്പെടുക എന്നുള്ളത് അത് മനുഷ്യൻ്റെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്താ ചോദിച്ചു. അപ്പോൾ അതും മൂപ്പര് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കളിയാക്കിയിട്ട് എന്നോട് എന്നെ കളിയാക്കിയിട്ട് പറഞ്ഞു, അത് നിങ്ങളെ പരിപാടിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളെ പരിപാടി എന്താ? നിങ്ങളെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാം പടച്ചോനെ ഏൽപ്പിക്കുക, നിങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുക, എല്ലാം പടച്ചോനെ ഏൽപ്പിക്കുക, എല്ലാ പ്രശ്നവും പടച്ചോനോട് പറഞ്ഞ് പടച്ചോനെ ഏൽപ്പിക്കുക, എന്നിട്ട് നമ്മളിതൊന്നും അറിയാത്ത മാതിരി ഇങ്ങനെ നടക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. അപ്പോൾ ഞാൻ പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, അത് കുറച്ച് പരിഹസിച്ചിട്ടാണ് മൂപ്പർ പറഞ്ഞെങ്കിലും അതാണ് എളുപ്പമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് എളുപ്പമുള്ളൊരു മാർഗ്ഗമാണെങ്കിൽ പിന്നെ എന്താണ് ആ മാർഗത്തിനൊരു പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ പറയുക, എല്ലാവരുടെ കാര്യം അല്ല ഇപ്പം എങ്ങനെ പടച്ചോ ഏറ്റെടുക്കുക. വിശുദ്ധ ഖുർആനിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആയത്തുണ്ട്. നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് പടച്ചോൻ പറഞ്ഞത് ഫഅലം അന്നഹു, നിങ്ങൾ അറിയണം കാര്യം എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം, എന്നിട്ട് നിങ്ങൾ ആരാധിച്ചാൽ മതി. ആലോചിക്കുക, അള്ളാഹുവിനെ പറ്റി വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, നിങ്ങൾ മനസ്സിലാക്കേണ്ട പോലെ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയില്ല. നമ്മളെല്ലാവരും പ്രശ്നവും എങ്ങനെ പടച്ചോൻ ഏറ്റെടുക്കാൻ, അത്രയും അശക്തനാണ്, അല്ലെങ്കിൽ അത്രയൊക്കെ കഴിവ് പടച്ചോനുണ്ടോ എന്നതിനെ കുറിച്ച് സംശയമാണ് സഹോദരൻ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ അറിയണം. ഈ ജീവിതം എന്താ അറിയണം, ഞാൻ പറഞ്ഞ വലിയൊരു ഫ്രെയിം ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൻ്റെ, അത് അള്ളാഹുവിലേക്കുള്ളൊരു യാത്രയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് നിങ്ങളെ ബാധിച്ചാലും നിങ്ങൾ എന്ത് പറയണം എന്നാ ഖുർആൻ പറഞ്ഞ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ തിയേറ്ററിൽ ഇടയ്ക്ക് കറണ്ട് പോകും, ശരിക്കും പോകാൻ പാടില്ല എന്ന്. ഇപ്പം നമ്മളെ നാട്ടിലെ തിയേറ്ററല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇടയ്ക്ക് കറണ്ട് പോകും, അപ്പോൾ നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. അപ്പോൾ ചില മുസ്ലിം സിസ്റ്റർമാരുണ്ട്, ഒരു ചോദിക്കും, എന്താ ഡോക്ടറെ ആരെങ്കിലും മരിച്ചു ചോദിക്കും, ആരെങ്കിലും മരിച്ചു ചോദിക്കും. മരിച്ചിട്ട് പറയാനുള്ള സഹോദരങ്ങളെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഒരു മുസീബത്ത് ബാധിക്കുമ്പോൾ പറയാനുള്ളതാണ്. ഒരു ചെറിയ ഇടങ്ങേറുണ്ടാവും, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ചെറിയ ഇടങ്ങേറുണ്ടാവുമ്പോൾ പടച്ചോൻ പറയാൻ പറഞ്ഞത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെ AI എവിടെ ചെന്നാലും ഇപ്പോൾ AI ആണ് അല്ലേ, എവിടെ ചെന്നാലും ആൾക്കാർ AI പറ്റിയേ പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇപ്പം ഒരു ക്ലാസ് ഉണ്ടാക്കാണ്ട്, അപ്പോൾ ഞാൻ AI കൊണ്ട് ഒരു ക്ലാസ് ഉണ്ടാക്കിയാൽ വെച്ചിട്ട് ഞാൻ ChatGPT-നോട് ചോദിച്ചു, വാട്ട് ഖുർആൻ സെയ്സ് അബൌട്ട് ദ പർപ്പസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു എന്ന് ഞാൻ ChatGPT-നോട് ചോദിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു 10-20 കൊല്ലമൊക്കെ നിങ്ങളെ അറബി കോളേജിലും എല്ലാ സ്ഥലത്തും ദീന് പഠിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് മൂപ്പരിങ്ങനെ ഒരു സെക്കൻഡുകൾ കൊണ്ട് ടട്ടപ്പെട്ടപ്പെട്ടപ്പെട്ടെന്ന് കിടക്കുക. അല്ല 5-6 പോയിന്റ് ഉണ്ട്. 6ാമത്തെ പോയിന്റ് എന്താ നിങ്ങൾ റിട്ടേൺ ടു അള്ളാഹ്, ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നതാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ഉറപ്പുള്ള കാര്യമാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കപ്പെടും, അതിൽ യാതൊരു സംശയമില്ല. ഉറപ്പിച്ച് പറയാൻ പറ്റിയ ഒറ്റ കാര്യം അത് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നത് അല്ലേ. ഇപ്പൊ ഇവന് കലഫ് നബിൻ്റെ അടുത്ത് വന്നിട്ട് ആ നുരുമ്പിയ ഒട്ടകത്തിന്റെ എന്താണ് എല്ലിങ്ങനെ പൊടിച്ച് പാറിപ്പിച്ചിട്ട് നബിന്റെ മുഖത്ത് കൂതിയിട്ട് ചോദിക്കുന്നുണ്ട്, ഈ നുരുമ്പിയ എല്ലുകളെ ആരാണ് ജീവിപ്പിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. കാരണം നബിനല്ല പരിഹസിച്ചത്, അള്ളാഹുവിനെയാണ് പരിഹസിച്ചത്. അതിന് ആയത്തിറങ്ങിയിട്ട് സൂറത്ത് യാസീനിൽ അള്ളാഹു ആയത്തിറങ്ങിയിട്ട് അതിന് മറുപടി കൊടുത്തു. അതിന് ആദ്യ തവണ ജീവൻ നൽകിയത് ആരാണോ ആ പടച്ചോൻ തന്നെ രണ്ടാമതും ജീവിപ്പിക്കുന്നത്. ആദ്യത്തെ ജീവൻ നിങ്ങൾക്ക് സംശയമുണ്ട സഹോദരങ്ങളെ, നമ്മളെ ഉമ്മാന്റെ വയറ്റിൽ നമ്മൾ ജീവനില്ലാത്ത ഒരു ഭ്രൂണമായിരുന്നൊരവസ്ഥ ഉണ്ട് അല്ലേ. നമ്മളെ ഭാര്യ ഗർഭിണിയാവുമ്പം, ഭാര്യ അല്ലെങ്കിൽ മകള് ഗർഭിണിയാവുമ്പോൾ സ്കാനിങ്ങിന് കൊണ്ടുപോകുമ്പം 2 ആഴ്ച ആയിട്ടുള്ളൂ അല്ലേ. അവിടെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിൽ ജീവൻ കാണൂല
അല്ലെ? ഒരു ഫീറ്റൽ പോൾ ഉണ്ട്, ഒരു ഗസ്റ്റേഷണൽ സാക്ക് ഉണ്ട്, അല്ലെ? അതിലൊരു ഫീറ്റൽ പോൾ ഉണ്ട് എന്നേ പറയുള്ളൂ. പക്ഷേ നിങ്ങളൊരു 6 ആഴ്ച ആയിട്ട് കൊണ്ടുപോയാൽ എന്താ പറയാ? അതിലൊരു ലൈവ് ഫീറ്റസ് ഉണ്ട് എന്നാ പറയാ. അതിൽ ജീവനുള്ള ഒരു കുട്ടിയുണ്ട്, അല്ലെ? ജീവനില്ലാത്തൊരു ഘട്ടം അതിനാദ്യം ഉണ്ടായിരുന്നു, അല്ലെ? അതിനെന്നിട്ട് ജീവനിലൊരു ഘട്ടം അല്ലാഹു റൂഹ് നൽകി, ജീവൻ നൽകി, അല്ലെ? ഒന്നും അറിയാത്ത ഒരു കുട്ടിയായിട്ട് നമ്മൾ ഭൂമിയിലേക്ക് വന്നു, അല്ലെ? എന്തിനാ അറിയാ, അല്ലെ? കുട്ടിനെ അങ്ങനെ കാണുമ്പോൾ ഇപ്പൊ അധിക ആണുങ്ങളും ആദ്യം ജനിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് തന്നെ പോകില്ല, വെറും കരയിലും അപ്പിടലും മാത്രം ഉണ്ടാവുള്ളൂ. നമ്മളോടൊന്ന് ചിരിക്കാൻ തുടങ്ങുമ്പോഴേ സാധാരണ മാപ്പിളാർ ആണുങ്ങളൊക്കെ ഒന്ന് കുട്ടീനെ എടുത്തു നോക്കാൻ തുടങ്ങുള്ളൂ. അതുവരെയുള്ള കുട്ടീനെ വല്ലാതൊന്നും മൈൻഡ് ചെയ്യൂല. അതെന്താണ്? ആ കുട്ടി അപ്പോഴേ ചിരിക്കാൻ തുടങ്ങുള്ളൂ. ജനിക്കുമ്പോൾ പോലും ചിരിക്കുന്നില്ല, അല്ലേ? ആ ചിരി കഴിഞ്ഞ് ഓരോ ഘട്ടങ്ങള്, അല്ലെ? ചിരിക്കാത്ത കുട്ടിയെ പറ്റി പേടിയാണ് ഉമ്മാർക്ക്. ചിലന്മാർ കൊണ്ടുവരും, കാണിക്കാൻ വരുമ്പോൾ ചോദിക്കും, ഡോക്ടറെ കുട്ടി ചിരിക്കണില്ല, എന്തോ പ്രശ്നമുണ്ടോ? അല്ലെ? കഴുത്തുറച്ചിട്ടില്ല, ടെൻഷനാണ്. 3 മാസമായിട്ടും 4 മാസമായിട്ടും കഴുത്തുറച്ചിട്ടില്ലെങ്കിൽ വലിയ വിഷമാണ്. എന്താണ്? അത് വലിയൊരു മൈൽ സ്റ്റോൺ ആണ് ജീവിതത്തിൽ, കഴുത്തുറക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞു ഇരുന്നു, അല്ലേ? ഇരുന്നു, നമ്മൾ നടന്നു. ഇപ്പൊ 1 വയസ്സായിട്ട് നടക്കാത്ത സ്ത്രീകൾ വരും, കുട്ടീനെ കാണിക്കാൻ വരില്ല, കാരണം ഇതിന് വേറെ ടിക്കറ്റ് എടുക്കണല്ലോ. അപ്പൊ എന്താ ചെയ്യാച്ചാൽ, വേറെ ആരെങ്കിലും ഉമ്മാനെ മുട്ട് കാണിക്കാൻ വരുമ്പോൾ വല്യമ്മാന്റെ ഒപ്പം വരും കുട്ടീനെ എടുത്തിട്ട്. എന്നിട്ട് വല്യമ്മാന്റെ ടിക്കറ്റ് തരും, പൈസയൊക്കെ തരും. എന്നിട്ട് എന്ത് ചെയ്യും? പോകാൻ നേരത്തെ ഡോക്ടർ ഒരു സംശയം, ഈ കുട്ടി ഇപ്പോൾ 1 വയസ്സായി, ഇത് നടക്കണില്ല. എൻ്റെ അനിയന്റെ കുട്ടികളും ഇവിടെ ഏട്ടത്തിന്റെ അഞ്ചത്തിന്റെ കുട്ടിയൊക്കെ 8 മാസമായപ്പോൾ പെരും പാച്ചിലാണ്. അപ്പൊ ടെൻഷനായി. നിങ്ങൾ ബേജാറാണ്ട്, 18 മാസമൊക്കെയാണ് സമയം, അല്ലെ? 18, എൻ്റെ കുട്ടിയൊക്കെ 18 മാസമായപ്പോഴാണ് മര്യാദയ്ക്ക് നടന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മളെ കുട്ടികളെ ഓൾക്ക് പേടി മാറി. നല്ലൊരു ടെക്നിക്ക്. എൻ്റെ വാപ്പൻ്റെ അമ്മ നമ്മളെ കുട്ടികളെന്ന് പറഞ്ഞു കൊടുത്താൽ ഓൾക്കൊരു സമാധാനമാണ്. ഡോക്ടർ കുട്ടി ഇപ്പം അങ്ങനെയല്ല, പിന്നെ നമ്മൾ പേടിച്ചണ്ട. എൻ്റെ കുട്ടി ആദ്യത്തെ കുട്ടി 18 മാസമായിട്ടാണ് മര്യാദയ്ക്ക് നടന്നത്. അപ്പോൾ നിങ്ങൾ പേടിച്ചണ്ട, നടത്തത്ര പ്രശ്നമല്ല എന്ന് പറയും. പക്ഷെ കഴുത്തുറക്കൽ പ്രശ്നമാണ്. ഞാനത് പറഞ്ഞു തരുന്നത് തരുമോ? ഇതൊക്കെ നിങ്ങളെ മനസ്സിലിങ്ങനെ ഉറച്ചു നിൽക്കാൻ. ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്നവനാണ് നമ്മളെ റബ്ബ്, അല്ലേ? നമ്മളങ്ങനെ ഓരോന്ന് പഠിച്ചതാണ്. നമ്മളെ കാറുന്നില്ലേ, നമ്മളിങ്ങനെ പെരീക്ക് നിങ്ങളെ ഈ മേലത്തങ്ങാടിക്കുള്ള റോട്ടിക്ക് തിരിയുമ്പം 2 വയസ്സുള്ള കുട്ടി ചിരിക്കും. കാരണം എന്താ? അവന് മനസ്സിലായി പെരീക്ക് തിരിയാണെന്ന്. ഓന്റെ പാവിയും ഓന്റെ കാറുള്ള വീട്ടിക്ക് വണ്ടി തിരിയാണെന്ന് അവന് മനസ്സിലായി. അപ്പൊ അവൻ ചിരിക്കും. അത് വഴിയറിഞ്ഞ് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് മടക്കപ്പെടും. 90 വയസ്സായ വാപ്പ, ആളുകൾ പറയണേ ഇപ്പൊ ലീവ് എടുത്തൊക്കെ എന്താ വെച്ചാൽ വാപ്പാക്ക് സുഖല്ല, ഓർമ്മ കുറവാണ്, പെരീന്നൊക്കെ ഇറങ്ങിയാണ് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ലീവ് എടുത്ത് ഗൾഫിൽ നിന്ന് വന്നേക്കാണ് എൻ്റെ വാപ്പാനെ നോക്കാൻ. സഹോദരങ്ങളെ, അതാണ് സ്നേഹം. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലേ? ഈ സകല അനുഗ്രഹങ്ങളും ചെയ്തു തന്ന റബ്ബിനെ ആരാധിക്കണം എന്നതിനോട് അല്ലാഹു ചേർത്ത് പറഞ്ഞ കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നത്. എന്താ പറഞ്ഞത്? ഞാൻ ജോലി നിർത്തി വന്നൊക്കെയാണ് എൻ്റെ വാപ്പാനെ നോക്കാൻ. അപ്പൊ എന്താ എത്ര വിഷമം? അതെ, ഒരു ദിവസം 3 പാമ്പേഴ്സാണ് മാറ്റി കൊടുക്കുന്നത്. എപ്പോഴാണ് അപ്പിടുക എന്ന് അറിയണില്ല. അതുകൊണ്ട് ചില സമയത്ത് പാമ്പേഴ്സൊക്കെ നോക്കുമ്പം അതിൽ അപ്പി കാണാം. എനിക്ക് സങ്കടമാണ്, എത്ര സമയമായി എന്ന് അറിയില്ലല്ലോ, വിഷമമാണ്. സഹോദരങ്ങളെ, ആ വേദനിക്കുന്ന മകന്റെ മനസ്സിന് അല്ലാഹു പ്രതിഫലം നൽകും. അതാണ് മാലിക് യൗമിദ്ദീൻ. ഇന്ന് 13 പ്രാവശ്യം മാലിക് യൗമിദ്ദീൻ പറഞ്ഞിട്ടാണ് നിങ്ങളും ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 13 പ്രാവശ്യം പ്രഖ്യാപിച്ചു യൗമുദ്ദീന്റെ ഉടമസ്ഥനായ അല്ലാഹു. അതൊരു പ്രതിഫലത്തിന്റെ ദിനമുണ്ട്, അല്ലേ? ആ നൊമ്പരപ്പെടുന്ന മകന്റെ മനസ്സുണ്ട്. എൻ്റെ വാപ്പാന്റെ പാമ്പേഴ്സ് മാറ്റുമ്പോഴേ അതിൽ മലമൂത്ര വിസർജനം കാണുമ്പം എപ്പ സംഭവിച്ചു എന്നറിയാത്തതിലുള്ളൊരു സങ്കടം, ആ സങ്കടത്തിന് പോലും അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് പറയുമ്പോൾ അതാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളെ ബോധ്യപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതാണ് സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് റബ്ബ് ഘട്ടം ഘട്ടമായി നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന് അവസാനം 90 വയസ്സാവുമ്പോഴേ, ഇപ്പൊ 80 വയസ്സാവുമ്പോൾ ആളുകൾ OP-യിലേക്ക് വരും. എന്താ പ്രശ്നം വാപ്പാ? എടാ പഴയ പോലെ നടക്കാൻ പറ്റുന്നില്ല, നീ നടന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പള്ളിയേക്ക് പോകാൻ പറ്റില്ല, അതാ എൻ്റെ സങ്കടം. അതൊരു വിഷമാണ്, അല്ലേ? 80 വയസ്സാവുമ്പോഴുള്ള ഏതൊരു മനുഷ്യന്റെയും കൺസേൺ ആണത്, പഴയ പോലെ നടക്കാൻ പറ്റില്ല എന്നുള്ളത്. 90 വയസ്സായ മനുഷ്യന്റെ പ്രശ്നം എന്താ? ഞങ്ങള് മലമൂത്രം കൺട്രോളില്ല, മലമൂത്രത്തിന് കൺട്രോൾ ഇല്ലാത്തതാണ് പ്രശ്നം. അതൊക്കെ തിരിച്ചു മടക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ ചില യാഥാർത്ഥ്യങ്ങളാണ്. അല്ലാഹുവിലേക്കുള്ള ഒരു മടക്ക യാത്രയുണ്ട് എന്ന് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മളെ വിളിച്ചു പറയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലേ? അല്ലാഹുവിന്റെ ദൃഷ്ടാന്താണ്. എന്തേ സഹോദരങ്ങളെ, നമ്മളെ വീട്ടില് ഇപ്പൊ നിങ്ങളെ വീട്ടിൽ കോഴിയൊന്നും ഉണ്ടല്ലോ. പണ്ടൊക്കെ എല്ലാവരുടെ വീട്ടിലും കോഴി ഉണ്ടായിരുന്നു. ഇപ്പൊ കോഴിനെ കാണണമെങ്കിൽ ഫാം നടത്തേണ്ടി വരും, അല്ലേ? 10 മുട്ട വിരിഞ്ഞ് നമ്മളെ കോഴിക്കുഞ്ഞ്, ആ തള്ളക്കോഴി മുട്ട വിരിഞ്ഞ് ആ 10 കുഞ്ഞുങ്ങളുമായി പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഇന്ന് പുറത്തിറങ്ങിയിട്ടുള്ളെങ്കിലും സഹോദരങ്ങളെ, ഒരു കാക്ക വന്ന് കരഞ്ഞാല് ആ കോഴി ചില ശബ്ദം ഉണ്ടാക്കും, അല്ലേ? പരുന്തിനെ കണ്ടാൽ ആ കോഴി ശബ്ദമുണ്ടാക്കും. ആ ശബ്ദം കേട്ടാൽ സഹോദരങ്ങളെ, ആ കോഴിക്കുഞ്ഞുങ്ങൾ ആ ചിറകിൽ വന്ന് ഒളിക്കും. ആര് നൽകി സഹോദരങ്ങളെ നിർദ്ദേശം? ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചത്?
ഏത് സേഫ്റ്റി ക്ലാസ്സിലാണ് ആ കോഴിക്കുഞ്ഞുങ്ങളെ അള്ളാഹു പഠിപ്പിച്ചത്? മനുഷ്യൻ പഠിപ്പിച്ചതല്ല, കോഴി പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലേ? താറാവിന്റെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന താറാവിന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് വിരിഞ്ഞിറങ്ങിയാൽ പോലും അത് കുളത്തിൽ നീന്തും. ആരാണ് നീന്തം പഠിപ്പിച്ചത്? അല്ലേ? ആ മുട്ടക്കുള്ളിൽ ഏത് സ്വിമ്മിംഗ് പൂളാണുള്ളത് സഹോദരങ്ങളെ? അല്ലേ? എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ഖാല വമൻ റബ്ബുകുമാ യാ മൂസ, ഖാല വമൻ റബ്ബുകുമാ യാ മൂസ, അല്ലയോ മൂസ, നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബാരാണെന്ന്, ആരാണെന്ന് ഞാൻ അന റബ്ബുകുമുൽ അഅ്ല എന്ന് പറഞ്ഞ ഏറ്റവും അഹങ്കാരിയായ ഭരണാധികാരി ഫിർഔൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരം വിശുദ്ധ ഖുർആനിലൂടെ ലോകാവസാനം വരെ നമ്മളെ കൊണ്ട് അള്ളാഹു ഓദിപ്പിക്കണം. എന്തിനാണ്? അല്ലേ? ആരാണ് റബ്ബ്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. വല്ലാത്തൊരു വാക്കാണ്. ഏത് ജനറേഷനിലെ ഏത് കാലഘട്ടത്തിലെ മനുഷ്യനും അവന്റെ ബുദ്ധി കൊണ്ട് കോംപ്രിഹെൻഡ് ചെയ്യാൻ, അല്ലേ, സയൻസ് ഏറ്റവും അഡ്വാൻസ് ചെയ്തു എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിലും നമ്മളെ ബുദ്ധി കൊണ്ട് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന വിശാലമായ അർത്ഥങ്ങളുള്ള പദം റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ ജീവിക്കും അതിന്റെ സൃഷ്ടിപ്പ് നൽകി അതിന്റെ ഗൈഡൻസ് നൽകിയവനാണ് എൻ്റെ റബ്ബ് എന്ന് പറയുമ്പോൾ 4 അമിനോ ആസിഡുകളാണ്. അല്ലേ? ഒരു ബയോകെമിസ്ട്രി പഠിക്കുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ പറയും 4 അമിനോ ആസിഡ്, അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. ഈ 4 അമിനോ ആസിഡ് കൊണ്ടാണ് DNA എന്ന വലിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ DNA-യിലാണ് സകല മനുഷ്യന്റെ സകല കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അല്ലേ? ഓരോ സൃഷ്ടിയുടെയും സകല സൃഷ്ടിപ്പിന്റെ സകല രഹസ്യങ്ങളും അതിലാണ് കോഡ് ചെയ്തിട്ടുള്ളത്. ആ 4 അമിനോ ആസിഡ് കൊണ്ട് അതിന്റെ സീക്വൻസുകൾ മാറ്റിക്കൊണ്ട് റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അല്ലേ? രോമം പോലെയല്ല സഹോദരങ്ങളെ മുടി, രണ്ടും വ്യത്യാസമുണ്ട്. പക്ഷേ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാലോ രണ്ടിനും ഒരേ സ്ട്രക്ചറാണ്. പക്ഷേ ഒന്ന് വളർന്നുകൊണ്ടേയിരിക്കും, ഒന്നൊരു പ്രത്യേക സമയത്തും വളർച്ച അവസാനിക്കും. ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അല്ലേ? അള്ളാഹു 2 തരം ദൃഷ്ടാന്തങ്ങൾ മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഒന്ന് ഈ പ്രപഞ്ചമാണ്. അല്ലേ? ഈ പ്രപഞ്ചം മുകളിലോട്ട് നോക്കിയാൽ അറ്റം കാണാത്ത പ്രപഞ്ചം. 1977 നാസ വിക്ഷേപിച്ച വോയേജർ എന്ന ബഹിരാകാശ പേടകം ഇപ്പോഴും ഇന്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? ഇപ്പൊ എന്താ സംഭവിച്ചത്? അതിന്റെ കണക്ഷൻ വിട്ടുപോയി. അവിടുന്ന് അയക്കുന്ന ചിത്രം ഇങ്ങോട്ട് കിട്ടൂല. പക്ഷേ അതിന്റെ പ്രയാണം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലമായി സഹോദരങ്ങളെ? ചെല്ലുന്തോറും അറിയുന്തോറും അറിയാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ, പഠിക്കുന്തോറും ഇനിയും പഠിക്കാനുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അതിവിശാലമായ അള്ളാഹുവിന്റെ സൃഷ്ടി പ്രപഞ്ചം. അതാണ് 1-ാമത്തെ ആയത്ത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. അല്ലേ? ഈ മാറി വരുന്ന രാപ്പകലുകൾ, ആകാശഭൂമി, ഇതൊക്കെ ഒരാകാശത്തിന്റെ വലിപ്പം പോലും മനുഷ്യന് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാസയുടെ ബഹിരാകാശ പേടകം അതിന്റെ കണക്ഷൻ വിട്ട് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കണക്ഷൻ പോയി. പക്ഷേ ഒരാകാശത്തിന്റെ വലിപ്പം പോലും മനുഷ്യന് തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ എത്രത്തോളം സയൻസ് പഠിക്കുന്നു അത്രത്തോളം നിങ്ങൾ അത്ഭുതപ്പെടുത്തും. അത്രത്തോളം ഈ പ്രപഞ്ചം നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം അതിന്റെ പിന്നുള്ള വലിയ സൃഷ്ടാവിനെ കുറിച്ച് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നോക്കി, ഈ കണ്ണ്, നിങ്ങൾ കാണുന്ന ഈ കണ്ണ് 576 മെഗാ പിക്സൽ ക്യാമറയാണ്. അല്ലേ? ഏറ്റവും നല്ല മൊബൈൽ ഏതാണ്, ഏറ്റവും നല്ല സെൽഫി എടുക്കാൻ പറ്റിയ മൊബൈൽ ഏതാണെന്ന് ചെറിയ മക്കളോട് ചോദിച്ചാൽ പറയും. അല്ലേ? സാംസങ്ങിന്റെ ഗാലക്സി S24 എന്ന് പറയും. അതിന്റെ ക്യാമറ എത്ര സഹോദരങ്ങളെ? അതിന്റെ ക്യാമറ എത്രയാണ്? അതിന്റെ ക്യാമറ പോലും അവിടേക്ക് എത്തില്ല. 2030 ആകുമ്പോഴേക്കും സാംസങ് കണ്ണിന്റെ പവറുള്ള ക്യാമറ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. 576 മെഗാ പിക്സലാണ്. അല്ലേ? ഇവിടെ ഇപ്പൊ കാണുന്നത് 48 മെഗാ പിക്സൽ ഉള്ളൂ. അത്രയും വലിയ അത്രയും 2 കണ്ണുകൾ നൽകി സഹോദരങ്ങളെ. എന്തിനു വേണ്ടി? ഈ കാണുന്ന 2 കണ്ണുകളും ഈ കേൾക്കുന്ന 2 ചെവികളും എല്ലാം കാണാൻ സാധ്യമല്ല. അതുപോലും നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. വിസിബിൾ ലൈറ്റ് എന്ന സ്പെക്ട്രത്തിലുള്ള ചില ഫ്രീക്വൻസി മാത്രമേ മനുഷ്യന് കാണാൻ സാധിക്കുള്ളൂ. അൾട്രാറെഡ്, ഇൻഫ്രാറെഡ് കാണാൻ പറ്റൂല, അൾട്രാ വയലറ്റ് കാണാൻ പറ്റൂല, എക്സ്റേ കാണാൻ പറ്റൂല. വിസിബിൾ ലൈറ്റ് മാത്രമേ മനുഷ്യന് ദർശിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ചെവിയോ 20,000 ഹെഡ്സിന്റെയും ഇടയിലുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. 20 താഴെയുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റൂല. 20,000 മുകളിൽ നടക്കുന്ന ഈ ആകാശ സൗരയൂഥത്തിൽ നടക്കുന്ന വലിയ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. ചെറിയ ഫ്രീക്വൻസി മാത്രമാണ് മനുഷ്യന് അല്ലാഹു നൽകിയത്. ഈ ചെറിയ ഫ്രീക്വൻസി വിസിബിൾ ലൈറ്റും, അല്ലേ, നമ്മളെ കേൾവിയും ആ ചെവിയും ആ കണ്ണുകളൊക്കെ എവിടെ പഠിച്ചു വെച്ചിട്ടുള്ളത്? ഈ തലച്ചോറിന്റെ മുമ്പിലാണ്. അതിന്റെ ഇടയിൽ ഒരു തലച്ചോറുണ്ട്, അതിന്റെ പിറകിലൊരു തലച്ചോറുണ്ട്. എന്തിന് സഹോദരങ്ങളെ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്.
ലുബ് എന്ന് പറഞ്ഞ അറബിയിൽ കാമ്പിനാ പറയാ, ഏറ്റവും ഉള്ളിലുള്ളത്. തലക്കകത്ത് കാമ്പുള്ളവരെ, ഓളമുള്ളവരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് അല്ലേ സഹോദരങ്ങളെ? ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുന്നത് ഈ കാഴ്ചകൾക്ക് ഫ്രീക്വൻസി മാറ്റി, വിസിബിൾ ലൈഫിന്റെ ഫ്രീക്വൻസി മാറ്റി, പലതും കാണാത്ത പലതും കാണുന്ന ഒരു ലോകമുണ്ട്, കേൾക്കാത്ത പലതും കേൾക്കുന്ന ഒരു ലോകമുണ്ട്. നാളെ ഖബറിലേക്ക് വെച്ച് പോരുമ്പോഴേ പിന്നെ നമ്മൾ പുതിയ കാഴ്ചകളായിരിക്കും, പുതിയ കേൾവികളായിരിക്കും. അതിനൊക്കെ സംവിധാനമുണ്ട്, അതിനൊക്കെ കഴിയുന്നൊരു സൃഷ്ടാവാണ് എന്നെ സൃഷ്ടിച്ചത് എന്നതാണ് സഹോദരങ്ങളെ ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിലേക്ക് ഒരു മടക്കമുണ്ട്, ഒരു മടക്കമുണ്ട് എന്നാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും നമ്മളെ വിളിച്ചു പറയുന്നത്. അതെന്താണ് സഹോദരങ്ങളെ നമുക്ക് ബോധ്യപ്പെടാത്തത്? അത് ബോധ്യപ്പെടുന്നിടത്താണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം കിടക്കുന്നത് അല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടും, എൻ്റെ കർമ്മങ്ങൾ തൂക്കി നോക്കപ്പെടും, നന്മകൾക്ക് പ്രതിഫലം കിട്ടും, തിന്മകൾക്ക് ഞാൻ ശിക്ഷിക്കപ്പെടുമെന്ന ബോധം. ആ ബോധമാണ് എത്ര തന്നെ നിങ്ങൾ സ്വതന്ത്ര ചിന്തരാണെന്ന് പറഞ്ഞാലും, എത്ര തന്നെ നിഷേധിച്ചാലും മനുഷ്യന്റെ ബ്രെയിൻ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ? ഇവിടെ സ്വതന്ത്ര ചിന്തകരെന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അവർ CCTV കാണുമ്പോൾ നന്നാണ്? എന്താ CCTV കാണുമ്പോൾ നന്നാണ്? നിങ്ങൾ CCTVയുടെ നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ നന്നായി പെരുമാറുന്നത്? ആരെയാണ് അവർ പേടിക്കുന്നത് അല്ലേ? ആ CCTV തെളിവാണ്. പിടിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടും, കോടതിയിൽ ഹാജരാക്കിയാൽ ശിക്ഷിക്കപ്പെടും. അതേ സഹോദരങ്ങളെ, അത് മനുഷ്യന്റെ ബ്രെയിനിന്റെ പ്രത്യേകതയാണ്. നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ അല്ലേ, ഈ നിരീക്ഷണത്തിനനുസരിച്ച് എനിക്ക് പ്രതിഫലം കിട്ടും, ഞാൻ ശിക്ഷിക്കപ്പെടും എന്നറിയുന്നത് അത് മനുഷ്യന്റെ ബ്രെയിനിന്റെ തേട്ടാണ്. കാരണം ആ ബ്രെയിനിനെ സംവിധാനിച്ചവൻ അല്ലാഹുവാണ്. അതുകൊണ്ടൊരു പ്രതിഫലമുണ്ട്, നന്മകൾക്ക് പ്രതിഫലം കിട്ടും, തിന്മകൾക്ക് രക്ഷ കിട്ടും. ഇതെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലേ? നെറ്റ്വർക്ക് ഇല്ലെങ്കിലും, കറണ്ട് ഇല്ലെങ്കിലും, ബാറ്ററി ഇല്ലെങ്കിലും ഇതൊക്കെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്, രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന ഒരു അറിവുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണത്. അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും അതാണ് മനുഷ്യന് നൽകുന്ന ഉൾക്കാഴ്ചതാണ്. റഖീബ്, ഞാൻ തുടക്കത്തിൽ ഓർമ്മിപ്പിച്ചില്ലേ, ഖുതുബത്തുൽ ഹാജയിൽ ഓതിയ ആയത്തിൽ അള്ളാഹു റഖീബാണ്. അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണെന്ന് അറിയുമ്പോൾ ആ നിരീക്ഷണത്തിന്, ആ നമ്മളെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പ്രതിഫലമുണ്ട് എന്നാണ്. സഹോദരൻ, കഴിഞ്ഞ ദിവസം മുട്ടുമാറ്റിയ ഒരാൾ, സാധാരണ മുട്ടുമാറ്റി കഴിഞ്ഞാൽ പേഷ്യൻസ് ഉറങ്ങൂല. ഒരു മേജർ സർജറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം ആളുകൾക്ക് പൊതുവെ ഉറക്കം കുറവായിരിക്കും. അത് നമ്മളെ കിതാബിലുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്ചാർജ് ആക്കുമ്പോൾ ചെറിയ ഉറക്കത്തിന് ഗുളിക കൊടുക്കും. പിന്നെ ആളുകളോട് പൊതുവെ പറയും, ഇപ്പം ഞാൻ മുട്ട് മാറ്റുന്നതുകൊണ്ട് സാധാരണ മുട്ട് മാറ്റിയാൽ ഒരാൾക്ക് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തുടക്കത്തിലെ ഡിസ്ചാർജ് ആക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ പിന്നെയുള്ള കോളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മറ്റേത് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട്, അപ്പോൾ ഞാൻ ഡിസ്ചാർജ് ആക്കുമ്പോൾ ആദ്യം പറയും, എന്ത്, കാലിൻ്റെ പുറം ഭാഗത്ത് മരവിപ്പുണ്ടാവും, ഉൾഭാഗത്ത് ചെറിയ കുത്തലുണ്ടാവും, തൊടൻ്റെ ഭാഗത്തൊക്കെ ചെറിയ നിറമാറ്റം വരും, കാലിന് ചെറിയ നീരുണ്ടാവും, ഉറക്കക്കുറവ് നന്നായിട്ടുണ്ടാവും, ഭക്ഷണത്തോട് തീരെ താല്പര്യം ഉണ്ടാവില്ല, ഇടയ്ക്ക് ചെയ്യേണ്ടില്ലേന്നൊക്കെ തോന്നും. അതൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ, ആളുകൾക്ക് ഭയങ്കര സമാധാനമാണ്. അതൊക്കെ ഡോക്ടർ പറഞ്ഞാണല്ലോ അല്ലേ? എന്നാലും വരും ആൾക്കാർ കാണിക്കാം. നിങ്ങൾ പറഞ്ഞൊക്കെ തന്നെ ഉള്ളു ഡോക്ടർ, എന്നാലും നിങ്ങളെ കാണാൻ വന്നാണ് അറിയാം. അപ്പം അങ്ങനെ ഉറക്കക്കുറവ് സാധാരണ ഉണ്ടാവും. അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിട്ട് അയാൾ തീരെ ഉറങ്ങണില്ല. അപ്പം നമ്മൾ സാധാരണ ഉറങ്ങില്ല എന്ന് പറഞ്ഞാൽ സാധാരണ കൊടുക്കുന്ന മരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കൊടുത്തു, എന്നിട്ടും ഉറങ്ങില്ല. അപ്പോൾ ഇതിൻ്റെ ഭാര്യ ഉണ്ട്, ഇയാൾ ആണാണ്. അപ്പോൾ ഇയാളുടെ ഭാര്യൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് രഹസ്യമായിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല ഡോക്ടർ, ഇത് ഉറങ്ങണമെന്നല്ല. രാത്രി മുഴുവൻ മനുഷ്യൻ ഇങ്ങനെ കുത്തിരിക്കണം. കുറേ ദിക്റും സലാത്തൊക്കെ ചൊല്ലി ഞാനും ഒപ്പം കുത്തിരിക്കും. പിന്നെ നമുക്ക് പകല് പണിയുള്ളതല്ലേ, നമ്മൾ ഉറങ്ങിപ്പോവും. എത്ര വെച്ചിട്ടാ അപ്പോൾ ഒരാളെങ്ങനെ കുത്തിരിക്കും? അതുകൊണ്ട് അയാൾ ഉറക്കേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു മൂപ്പരോട്, അല്ല ഇയാൾ ഉറങ്ങാതെക്കാൻ ഇപ്പം എന്ത് കാരണം ഉണ്ടോ ചോദിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു കാരണം കിട്ടുന്നുണ്ടോ ചോദിച്ചു. സാധാരണ ആൾക്കാർ ഉറക്കക്കുറവുണ്ടാവും, എന്നാലും തീരെ ഉറങ്ങില്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ അമ്മ പറഞ്ഞൊരു മറുപടി സഹോദരൻ നമ്മളെല്ലാവരും കേൾക്കണം. ആ സ്ത്രീ പറഞ്ഞാൽ എന്താ അറിയോ, എനിക്ക് ആലോചിച്ചിട്ടൊരു കാര്യമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. മൂപ്പര് കുറേ കാലമായിട്ട് മൂപ്പർക്കൊരു ശീലമുണ്ട്. മൂപ്പരൊരു സുബയാൻ കൊടുക്കുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് നീക്കും. എന്നിട്ട് മൂപ്പര് കുറേ നിസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പ് മൂപ്പര് ഖബർസ്ഥാനിക്ക് പോകും. വാപ്പാൻ്റെ ഇമ്മാൻ്റെ ഖബറിന് ദ്വാരക്കും. മൂപ്പര് ആ ഖബർമ നിൽക്കുന്ന നേരത്താണ് ബാങ്ക് കൊടുക്കുക. അത് കൊല്ലങ്ങളായി മൂപ്പര് ചെയ്തു വരുന്നൊരു കാര്യമാണ്. അതിപ്പം മുടങ്ങിക്കിടക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, ആരാണ് ഇതിന് പ്രതിഫലം നൽകുക? ആർക്ക് പ്രതിഫലം നൽകാൻ പറ്റും സഹോദരങ്ങളെ ഇതിന്? സ്വന്തം മരിച്ചുപോയ മാതാപിതാക്കൾ ജീവിക്കുമ്പോൾ തന്നെ ഇവിടെ മാപ്പാനിമാനെ നോക്കാൻ ആൾക്കാർക്ക് താപിക്കില്ല.
മരിച്ചുപോയ മാതാപിതാക്കളെ ഖബറിന്റെ അടുത്ത് സുബൈന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന നേരത്ത് അവിടെ വന്ന് പ്രാർത്ഥിക്കുക. ആ ഖബറിൽ നിൽക്കുമ്പോഴാണ് അത്ര സുബൈയാൻ കൊടുക്കുക. അത് മുടങ്ങിയിട്ട് ഉറക്കം വരാതിരിക്കുക. ആ സ്നേഹത്തിന് ആര് പ്രതിഫലം നൽകും? അതാണ് മാലിക് യൗമിദ്ദീൻ. അതാണ് മാലിക് യൗമിദ്ദീൻ. ഇതൊന്നും വെറുതെയല്ല സഹോദരങ്ങളെ. മാതാപിതാക്കളോടുള്ള സ്നേഹമാണ് ഇത് കാണിക്കുന്നത് അല്ലെ. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു ഉമ്മ OP-യിൽ കുറച്ച് തിരക്കായ സന്ദർഭത്തിൽ കുറച്ചൊരു നമ്മൾ ആൾക്കാർ ഒരു കൂട്ടം തിരക്ക് അനുഭവപ്പെട്ടു. കാരണം ഞാൻ വരാൻ കുറച്ച് വൈകി. അപ്പൊ ഒരു ഉമ്മ പിറകിലൂടെ വന്നിട്ട് പറഞ്ഞെന്താ അറിയോ, മോനെ പഴയ മരുന്ന് വാങ്ങിയാൽ മതി, ഇനി ഇവിടെ കാത്തിക്കാനുള്ള നേരല്ല, ഞാൻ മരുന്ന് ഇനി പരിശോധിക്കണം എന്നില്ല, ഞാൻ ഇവിടെ മരുന്ന് കിട്ടുമോ നോക്കി, എഴുത്തില്ലാതെ തരൂലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ, എൻ്റെ വീട്ടിലൊരു മോനുണ്ട്, 45 വയസ്സായ എൻ്റെ ഒരു മകനുണ്ട്, മന്ദബുദ്ധി. മോനെ ഞാനാണ് നോക്കുന്നത്. ഞാൻ അയൽപക്കത്തെ സ്ത്രീനെ ഏൽപ്പിച്ച് പോന്നതാണ്. ഒരു മുഷി 2 മണിക്കൂറിലധികമായി സമയം. അതുകൊണ്ട് ഒരു മുഷി ഞാൻ പോവുകയാണ്, എനിക്ക് ആ പഴയ മരുന്ന് എന്നെ എഴുതി തന്നാൽ മതി. അമ്മാന്റെ കണ്ണിങ്ങനെ കാണണം. അപ്പൊ ഞാൻ വെറുതെ അമ്മാനോട് അറിയാൻ വേണ്ടി, ഇങ്ങനെ പ്രസംഗത്തിൽ നമുക്ക് പറയാലോ, അതിനു വേണ്ടി ഞാൻ ചോദിച്ചു അമ്മാനോട്, ഉമ്മ നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ആ അമ്മ പറഞ്ഞ മറുപടി എന്താ പറയുക, ഞാൻ മരിച്ചിട്ട്, എൻ്റെ മകൻ മരിച്ചിട്ടേ ഞാൻ മരിച്ചാൻ പാടുള്ളൂ, എൻ്റെ മോൻ മരിച്ചിട്ടേ ഞാൻ മരിക്കാൻ പാടുള്ളൂ. 45 വയസ്സായ മന്ദബുദ്ധിയായ ഒരു മകനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മ അല്ലേ. ഒരു കല്യാണത്തിന് അമ്മ പോയിട്ടില്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം ഉണ്ടാവും, അങ്ങനെ ഒരു പെരയിലൊരു കല്യാണം ഉണ്ടായാൽ ആ കല്യാണത്തിന്റെ ഏറ്റവും വലിയ സന്തോഷത്തോടെ നിങ്ങൾ ആ പെരന്റെ ഉള്ളിൽ കഴിച്ച ഏറ്റവും ഉള്ളിലെ മുറിയിൽ അവിടുത്തെ വയസ്സായ വല്യന്മാർ കുത്തിരക്കുണ്ടാവും, വടായും സൊറയും പറഞ്ഞിട്ട് ഇങ്ങനെ കാലൊക്കെ നീട്ടി വെച്ചിട്ട് അല്ലേ. ആ കൂട്ടത്തിൽ ഇരിക്കേണ്ട ഒരു ഉമ്മയാണ് കല്യാണത്തിന് പോകാതെ മലം പോയാൽ വൃത്തിയാക്കിയ 45 വയസ്സായ മകന്റെ മലം കോരി ആ മകനെ കുളിപ്പിച്ച് നോക്കുന്നൊരു ഉമ്മ. ഒരു കല്യാണത്തിന് അമ്മ കൂടിയിട്ടില്ല, ഒരു ടൂറിന് അമ്മ പോയിട്ടില്ല, കാലം ഇത്രയും ആ മകനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉമ്മാന്റെ ആഗ്രഹം എന്താ അറിയോ, ആ മകൻ മരിച്ചിട്ടേ ഞാൻ മരിക്കാൻ പാടുള്ളൂ. സഹോദരങ്ങളെ, ആ ഉമ്മാക്ക് ആര് പ്രതിഫലം നൽകും? ആ ഉമ്മാക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസം വരാണ്ട്, ആ ഉമ്മാനെ ആദരിക്കുന്ന ഒരു വിചാരണ നാള്, ഒരു സ്റ്റേജ് വരാണ്ട്. അതാണ് മാലിക് യൗമിദ്ദീൻ. അതാണ് നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന മാലിക് യൗമിദ്ദീൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതം വെറുതെയല്ല അല്ലേ. മനുഷ്യന്റെ ഓരോ കോശങ്ങൾ അല്ലേ, 39 ട്രില്യൺ കോശങ്ങളാണ് അത്രേ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ളത്. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ അത്രേ, നമ്മുടെ കുട്ടിയോട് ചോദിച്ചറിയാം. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 അല്ല, 10 അല്ല, 1 കോടിയല്ല, 100 കോടിയല്ല, 1,00,000 കോടിക്കാണ് 1 ട്രില്യൺ എന്ന് പറയാം. അങ്ങനത്തെ 39 ട്രില്യൺ കോശങ്ങളാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ളത്. അതിൽ ഒരു കോശത്തിൻ്റെ ഉള്ളിൽ തന്നെ 2 മീറ്റർ നീളമുള്ള DNA ഉണ്ടെന്നാണ്. അങ്ങനെ നീർത്തിയാൽ ഒരു കോശത്തിൻ്റെ ഉള്ളിൽ 2 മീറ്റർ. ഞാൻ തന്നെ 1.5 ഉള്ളൂ അല്ലേ. 2 എന്നെക്കാൾ നീളമുള്ള അത്ര DNA ഒരു കോശത്തിൻ്റെ ഉള്ളിൽ അല്ലേ. ഒരു മനുഷ്യന്റെ 39 ട്രില്യൺ കോശങ്ങളിലെയും DNA എടുത്ത് ഇങ്ങനെ പട്ടം പറത്തിയമാര് നൂലുണ്ടാക്കിയാൽ ഇവിടുന്ന് സൂര്യനിലേക്ക് ആകെ 15 കോടി കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ആ DNA-യുടെ നീളം 7800 കോടി കിലോമീറ്ററാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ DNA-ന്റെ നീളാണത്. ഇതൊക്കെ വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ? ഇത്രയും സങ്കീർണമായ ഒരു സൃഷ്ടിപ്പ് നടത്തിയത് ഒരു വെറുതെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട സഹോദരങ്ങളെ. അല്ല, ഈ ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അവിടെ വിചാരണയുണ്ട് അല്ലേ, അവിടെ പ്രതിഫലമുണ്ട്. റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം വിശ്വാസികൾക്ക് വേണ്ടി അല്ലേ, 99% കാരുണ്യവും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കേവലം 1% മാത്രമാണ്. കാരുണ്യമായിട്ട് നമ്മൾ എന്തൊക്കെ പ്രത്യക്ഷവും പരോക്ഷവുമായി നമ്മൾ അറിഞ്ഞും അറിയാതെയും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ കോടാനകോടി സൃഷ്ടിജാലങ്ങളിൽ അനുഭവപ്പെടുന്ന കാരുണ്യം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 1% മാത്രമേ ഉള്ളൂ. ബാക്കി 99% കാരുണ്യവും വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഖിയാമത്ത് ആഖിറത്തിലേക്ക് മാറ്റിവെച്ചതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് വിചാരണയുണ്ട്, അത് സത്യമാണ്. അതാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം കൊണ്ട് അവരെ പഠിപ്പിച്ചത്, സഹാബത്തിനെ പഠിപ്പിച്ചത് അല്ലേ. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇവിടെ എത്ര സ്വതന്ത്ര ചിന്തകരാണെന്ന് പറഞ്ഞാലും സഹോദരങ്ങളെ, ചില നിയമങ്ങൾ എല്ലാവരും അനുസരിക്കുന്നുണ്ട് അല്ലേ. ഇപ്പൊ ഗെയിം കളിക്കുന്ന ഒരു കുട്ടി പോലും അല്ലേ, നമ്മൾ എത്ര പറഞ്ഞാലും ഗെയിം കളിക്കരുത് പറഞ്ഞാൽ കുട്ടികൾ ഗെയിം കളിക്കും, അതൊരു അഡിക്ഷൻ പോലെയാണ്. പക്ഷേ ആ ഗെയിം പോലും പറഞ്ഞാൽ എന്താണ്, ആ ഗെയിമിലും ചില റൂൾസ് ഉണ്ട് അല്ലേ. നിങ്ങളൊക്കെ പന്തളിക്കാരാണ്, ഇവിടെ അരീകോട്ടുകാർ പറഞ്ഞാൽ പന്തളിക്കാരായിട്ട് അറിയപ്പെടുന്നത്. ആ പന്തളിക്കൊരു റൂളുണ്ട് അല്ലേ. ആ റൂൾ അനുസരിച്ച് കളിച്ചാലേ ഗോളാകുള്ളൂ, ആ റൂള് ഫോളോ ചെയ്താലേ അത് കളിയാകുള്ളൂ. ഓഫ് സൈഡിൽ ഗോളടിച്ചാൽ ഗോളായി കൂട്ടൂല. അപ്പൊ ഓഫ് സൈഡ് അല്ലാതെ ഗോളടിക്കണം, ഫൗൾ ചെയ്യാൻ പറ്റൂല, കൈകൊണ്ട് തട്ടാൻ പറ്റൂല, അതൊക്കെ റൂളാണ്. അപ്പൊ ഏതൊരു ഗെയിമിനും റൂളുണ്ട് സഹോദരങ്ങളെ. അതേപോലെ തന്നെയാണ്, അതൊന്നും അനുസരിക്കൂല എന്നൊരാൾ പറയാൻ പറ്റുമോ? ഒരു ഗെയിം കളിക്കുന്ന ആൾക്ക് പോയിന്റ് കിട്ടണമെങ്കിൽ ആ ഗെയിമിലെ റൂൾസ് ഫോളോ ചെയ്യണം.
അതേപോലെ തന്നെയാണ് ഈ അള്ളാഹു സംവിധാനിച്ച ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ റസൂലിനെ അനുസരിക്കണം. അള്ളാഹിനെ മാത്രം അനുസരിച്ചാൽ പോരാ അല്ലേ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ തർക്കിക്കുന്നുണ്ട്. എന്താണ്? പുരികം പ്ലക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞു എന്നാണ് അല്ലേ? പുരികം പ്ലക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അത് ചെയ്യരുത്, അത് വിശുദ്ധ ഖുർആൻ വിലക്കിയിട്ടുണ്ട്. അപ്പൊ ആ സ്ത്രീ പറയണ, ഖുർആൻ ഞാൻ പലതവണ ഓതിയിട്ടുണ്ട്, ഖുർആൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, അതിലെവിടെയും അങ്ങനെ ഖുർആൻ അത് പുരികം പ്ലക്ക് ചെയ്യരുതെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ ഇബ്നു മസ്ഊദ് പറയാണ് അങ്ങനെയുണ്ട്, ഖുർആനിലുണ്ട്. അങ്ങനെ ഓതിക്കൊടുക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. അപ്പൊ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചോ സഹോദരങ്ങൾ അത് ഫോളോ ചെയ്യണം. അതാണ് ജീവിതത്തിന്റെ റൂള്. ഈ ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ ഈ ജീവിതത്തിനൊരു റൂളുണ്ട്. അത് അള്ളാഹു സംവിധാനിച്ച റൂളാണ്. അതെന്താണ്? ഇത് സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ എന്നുള്ളതാണ്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, നമ്മൾ വിചാരണ ചെയ്യപ്പെടും. ഈ വൈബൊക്കെ അവസാനിക്കും സഹോദരങ്ങളെ. നമ്മളെന്താ പറയുക, നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ പ്രതിസന്ധികളൊന്നും വന്നിട്ടില്ല അല്ലേ? ഒരു വയറുവേദന വന്നു, സാധാരണ എന്താ ഒരു വയറുവേദന വന്നാൽ നമ്മൾ സാധാരണ ഒന്ന് ചുക്കള്ളം അല്ലെങ്കിൽ കുരുളകോ അങ്ങനെ ഇട്ടാണൊന്ന് കുടിച്ചു നോക്കും. സാധാരണ അങ്ങനെ ചെയ്യാം. ഗുളിക വാങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയണ ചെറിയ പരിപാടിക്ക് നമ്മൾ നോക്കും. മാറണില്ലെങ്കിൽ നമ്മൾ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കും അല്ലേ, വയറുവേദന ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ഗുളിക ഒന്ന് മെസ്സേജ് ചെയ്ത് തരും. അതും കുടിച്ചു നോക്കിയിട്ടാണ് സാധാരണ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും. കാരണം അവിടെ ആദ്യം തന്നെ പോയാൽ കുറേ ടെസ്റ്റും സ്കാനിങ്ങും എക്സ്റേ ഒക്കെ ECG ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും പെടണ്ടാച്ചിട്ട് ആദ്യമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ നോക്കും. പറ്റാതാവുമ്പോഴാണ് നമ്മൾ സ്കാനിങ്ങിന് പോവുക അല്ലേ? പിന്നെ ചെല്ലുമ്പോൾ സ്കാനിങ് തന്നെ വേണ്ടി വരും. കാരണം മരുന്ന് എഴുതിയാൽ മുപ്പര കസാരയും നീച്ചൂല. ഇപ്പം ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കും. അല്ല, നമ്മളിന്ന് സ്കാനിങ് എടുത്ത് നോക്കണ്ടേ ഇങ്ങോട്ട് പറയുക ആൾക്കാർ. അപ്പം അങ്ങനെയാണ്, മുപ്പരത്തൊക്കെ എല്ലാം ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത സ്കാനിങ് ആണ്. സ്കാനിങ് എടുത്ത് സഹോദരങ്ങളെ ചെറിയൊരു തടിപ്പുണ്ട് അല്ലേ? സ്കാനിങ് റിപ്പോർട്ട് അതേപോലെ പലപ്പോഴും ഡോക്ടർമാർ പറയില്ല, ചെറിയൊരു തടിപ്പുണ്ട് എന്നാ പറയാ, നീരുണ്ട്, ഒരു തടിപ്പുണ്ട്, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് പിടുത്തം കിട്ടും. കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. സഹോദരങ്ങളെ, അന്ന് രാത്രിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ആലോചിക്കുക അല്ലേ? സ്കാൻ ചെയ്തു, തടിപ്പുണ്ട്, കുത്തി നോക്കണം, ടെസ്റ്റ് ചെയ്യണം, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകണം, അവിടെ കുത്തിയെടുക്കണം. ആ കുത്തിയെടുക്കുന്ന തലേന്ന് നമ്മൾ ഉറങ്ങൂല, അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമുണ്ട് അല്ലേ? നമ്മൾ പലതും അല്ലേ, നമ്മളെല്ലാം നമ്മളെ കൊണ്ട് കഴിയണ മാതിരിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും സഹോദരങ്ങളെ. അങ്ങനെ നമ്മൾ അനുഭവിച്ച റബ്ബുണ്ട്. നമുക്കൊരാവശ്യം ഉണ്ടാവുമ്പോഴല്ലോ, നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പം നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുമായിട്ടൊരു ബന്ധത്തിലേക്ക് നമ്മളെത്തും അല്ലേ? ആ സഹോദരങ്ങളെ വൈകിപ്പോകാൻ പാടില്ല. ഇതാ പറഞ്ഞത്, ഈ ഒരു വൈബിലേക്ക് നമ്മൾ എത്തുന്നൊരു സന്ദർഭം ജീവിതത്തിൽ വരും. പക്ഷെ എന്താ പറയുക, അത് ചിലപ്പം വളരെ വൈകിപ്പോയിട്ടുണ്ടാവും, വളരെ വൈകിപ്പോയിട്ടുണ്ടാവും. ആർക്ക് ഇത് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു സഹോദരങ്ങളെ, നമ്മളിതിന് മറപ്പിക്കുന്നത് ഈ ദുനിയാവാണ് അല്ലേ? ഇതിന്റെ ആഡംബരങ്ങളാണ്, ഇതിന്റെ ലക്ഷറികളാണ്, ഇതിന്റെ സുഖങ്ങളാണ്. അത് നമ്മളെ മറപ്പിച്ചു കളയാണ് ഈ ലക്ഷ്യത്തെക്കുറിച്ച് അല്ലേ? അത് വഞ്ചനാചരക്കാണ്. എത്ര സ്ഥലത്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അത് വഞ്ചനാചരക്കാണ്, അത് നിങ്ങളെ വഞ്ചിക്കുന്ന വിഭവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത് ബോധ്യപ്പെടുത്തണം. ആലോചിച്ച് നോക്കി, എന്തുകൊണ്ട് ഇസ്ലാം അല്ലേ? ഏതെങ്കിലും മറ്റു മതങ്ങളെ പോലെ ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു ഇസമല്ല സഹോദരങ്ങളെ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഇറക്കിയ വഹിയാണ്, മാർഗദർശനമാണ് ഈ മതം എന്നുള്ളത്. ഇത് മറ്റേതെങ്കിലും പുരാണങ്ങളിലോ ഏതെങ്കിലും സംഹിതകളിലുള്ളതല്ല. അതുകൊണ്ട് അത് സത്യമായിട്ട് തിരിച്ചറിയണം. എന്തുകൊണ്ട് ഇസ്ലാം എന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ അങ്ങോട്ട് ജീവിക്കുന്നതിന് അർത്ഥമല്ല. എന്തിന് ഞാനിത് സഹിക്കണം അല്ലെ? എന്തിനു വേണ്ടി ഞാൻ കഷ്ടപ്പെടണം? എന്തുകൊണ്ട് ഞാനിത് ആസ്വദിക്കുന്നില്ല? എന്തുകൊണ്ട് ഞാൻ തെറ്റായി ഇത് കാണുന്നു എന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെടണം. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ ചരിത്രം പഠിച്ചാൽ നിങ്ങൾ ഒരു വേൾഡ് മാപ്പ് ഇപ്പോൾ ഗൂഗിളിനോട് എന്ത് ചോദിച്ചാലും പറഞ്ഞുതരും. ഒരു ക്രിസ്താബ്ദം ഒരു 400 വേൾഡ് മാപ്പ് എടുത്ത് നോക്കി അല്ലേ? ക്രിസ്താബ്ദം 400 വേൾഡ് മാപ്പ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുന്നതിന്റെ മുമ്പുള്ള ഒരു ലോകക്രമം പരിശോധിച്ചാൽ മതി. ഇസ്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടാം. വെറും ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്നെന്താ കാര്യങ്ങൾ? ഒന്ന്, ഏത് കാലത്തും നാഗരികതകൾ എവിടെ ഉണ്ടായി നോക്കിയത്, അത് വെള്ളമുള്ളോടത്താണ് ഉണ്ടായിട്ടുള്ളത്. വെള്ളമുള്ളോടത്താണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചെന്താ? സിന്ധു നദീതട സംസ്കാരം, അത് സിന്ധു നദിയുടെ തീരത്താണ് ഉണ്ടായിട്ടുള്ളത്. മൊസപ്പൊട്ടേമിയൻ സംസ്കാരം, അത് നൈലിന്റെ തീരത്താണ് ഉണ്ടായിട്ടുള്ളത്. ആൾക്കൂട്ടം എവിടെ ഉണ്ടാകുക? വെള്ളമുള്ളോടത്താണ് ഉണ്ടാകുക. കൃഷിയുള്ളോടത്താണ് നാഗരികത ഉണ്ടാകുക. നിങ്ങൾ പറയും സഹോദരങ്ങളെ, നിങ്ങൾ ഉംറക്കും ഹജ്ജിനൊക്കെ പോയ ആൾക്കാരാണല്ലോ. ആ മണലിൽ, ആ വരണ്ട ഭൂമിയിൽ എന്ത് സംസ്കാരം ഉണ്ടായത്? അത്രയും വലിയൊരു സംസ്കാരം അവിടെ ഉണ്ടാകാൻ എന്ത് വെള്ളമാണ് അവിടെ ഉള്ളത്, എന്ത് കൃഷിയാണ് അവിടെ ഉള്ളത്? ഒരു സാംസ്കാരികത, ഒരു നാഗരികത ഉണ്ടായി വരാനുള്ള എന്ത് ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ആ മണലാരണ്യത്തിലുള്ളത്?
അല്ലേ? നിങ്ങൾ ചരിത്രത്തിൽ നോക്കിയാൽ അറേബ്യയുടെ 2 ഭാഗമുണ്ട്. ഒന്ന് യൂറോപ്പാണ്, ഈ സൈഡ് അല്ലേ. അവിടെ വലിയൊരു സംസ്കാരം ഉണ്ടായിരുന്നു. അതാണ് റോമൻ സംസ്കാരം. റോമൻ എംപറർ, റോമാ ചക്രവർത്തി, 800-700 വർഷത്തെ പാരമ്പര്യമുള്ള റോമൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു അറേബ്യയുടെ ഒരു വശത്ത്. അറേബ്യയുടെ മറ്റേ വശത്ത് ആരാണ്? പേർഷ്യൻ നാഗരികതയാണ്. ഇതേപോലെ എത്രയോ വർഷത്തെ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള, ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ അടക്കി വാണിരുന്ന രണ്ട് വലിയ സാമ്രാജ്യ ശക്തികൾക്ക് നടുവിലുണ്ടായ, ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ, ഒരു കൃഷിയില്ലാത്ത, ഒരു പോസിറ്റീവായിട്ട് ഒന്നും പറയാൻ പറ്റാത്ത, 2 നാഗരികതകളും തിരിഞ്ഞു നോക്കാത്ത, 2 സാമ്രാജ്യ ശക്തികളും തിരിഞ്ഞു നോക്കാത്ത ഒരു വരണ്ട ഭൂമി. അതാണ് അറേബ്യ. ആ അറേബ്യ സഹോദരങ്ങളെ, അവിടെ ഒരു നാഗരികതയുണ്ടായി. അതിന്റെ കാരണം എന്താണ്? വെള്ളമല്ല. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു പ്രവാചകനെ നിയോഗിച്ചു എന്നതാണ്. അല്ലേ? ഹിജ്റ 570 ഒരാൾ അവിടെ ജന്മം കൊണ്ടു എന്നതാണ്. ആരാണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലേ? ഈ 2 നാഗരികതകളെയും അത് വിഴുങ്ങിക്കളയാണ്. എത്ര വർഷം കൊണ്ട് പഠിക്കണം, നമ്മൾ ചരിത്രം പഠിക്കണം. മൈക്കൽ എച്ച് ഹാർട്ട് തന്റെ 100 റാങ്കിങ് എന്ന പുസ്തകത്തിൽ ലോക ചരിത്രത്തെ സ്വാധീനിച്ച മഹൽ വ്യക്തികളായ 100 ആളുകളിലെ 1-ാം നമ്പർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താ? നിങ്ങൾ വെറും 23 വർഷത്തെ ജീവിതം കൊണ്ട് വലിയൊരു സംസ്കാരത്തെയാണ്, വലിയൊരു നാഗരികതയാണ് അവിടെ പടുത്തുയർത്തുണ്ടാക്കിയത്. ഞാൻ തമാശ പറയല്ല, ഇത് കഥല്ല സഹോദരങ്ങളെ, ഇത് ചരിത്രമാണ്. അഫീഫുൽ ഹിന്ദി എന്ന സഹാബി, അൻസാരിയായ വ്യക്തി, അല്ലേ? ഇമാം തബ്റാനി അദ്ദേഹത്തിന്റെ മുഅ്ജമിൽ പറയാണ്, ഹദീസിലുണ്ട്, ചരിത്രത്തിലുണ്ട്. ഇബ്നു ഹിശാം അദ്ദേഹത്തിന്റെ സീറയിൽ പറയാണ്. ആരാണ് അഫീഫുൽ ഹിന്ദി? അൻസാരിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തിലാണ് മുസ്ലിം ആകുന്നത്. അദ്ദേഹം മക്കയിലേക്ക് ഇടയ്ക്ക് വരുമായിരുന്നു. കാരണം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ ഫ്രണ്ടായിരുന്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. ചെറുപ്പത്തിലെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അതുകൊണ്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കാണാൻ വേണ്ടി അഫീഫുൽ ഹിന്ദി ഇടക്കിടക്ക് മക്കത്ത് വരുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയാണ്. മുസ്ലിം ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ പഴയൊരു ചരിത്രം അദ്ദേഹം പറയാണ്. അങ്ങനെ ആ വന്ന സന്ദർഭത്തിൽ ഒരിക്കൽ അബ്ബാസിനെ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പം അബ്ബാസ് റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. അപ്പോൾ അദ്ദേഹം മക്കയുടെ പരിസരത്ത്, കഅബയുടെ പരിസരത്ത് ഉണ്ടാവുമെന്ന് ആളുകൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കഅബയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ അദ്ദേഹത്തെ കാണുകയാണ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. അപ്പോൾ അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, കുറേ കാലങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവരെങ്ങനെ ഒന്നിച്ച് അവിടെ സംസാരിച്ചിരിക്കുമ്പം ആ കഅബയുടെ പരിസരത്ത് 3 ആളുകളെ പ്രത്യേക രൂപത്തിൽ കാണുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കണം, ആരാണ് ഈ 3 ആളുകൾ? അല്ലേ, മുന്നിലൊരു പുരുഷനുണ്ട്, അതിൻ്റെ അടുത്തൊരു സ്ത്രീയുണ്ട്, ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പം പറഞ്ഞു, ആ മുന്നിൽ നിൽക്കുന്ന ആള് എൻ്റെ ഒരു സഹോദരൻ മരിച്ച അബ്ദുള്ള ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദാണ്. എൻ്റെ ഒരു സഹോദരൻ മരിച്ച അബ്ദുള്ള, അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് ഖദീജ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ആ കുട്ടി ഉണ്ടല്ലോ, അത് എൻ്റെ മറ്റൊരു സഹോദരൻ അബൂ ത്വാലിബ് ഉണ്ട്, അദ്ദേഹത്തിന്റെ മകൻ അലിയാണ്. എന്നിട്ട് അദ്ദേഹം പറയണേ, ഇവർ 3 ആളും പുതിയൊരു ക്യാമ്പയിനായിട്ട് വന്നിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ഉണ്ടായതാണ് 1450 വർഷം മുമ്പ് കഅബയുടെ പരിസരത്ത് നടന്നൊരു ചർച്ചയാണത്. ഈ 3 ആൾക്കാരുണ്ടല്ലോ, ഇവർ പുതിയൊരു ക്യാമ്പയിനായിട്ട് വന്നതാണ്. നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കൾ, അല്ലേ, ലാത്ത മനാത്ത, അങ്ങനെ കുറെ വിഗ്രഹങ്ങളെയാണ് അവർ ആരാധിച്ചു കൊണ്ടിരുന്നത്. അവർക്ക് അല്ലാഹുവിനെ അറിയാം, അല്ലേ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് അല്ലാഹുവാണ്, മഴ പെയ്യിക്കുന്നത് അല്ലാഹുവാണ്, അല്ലേ, റബ്ബ് അല്ലാഹുവാണെന്ന് അവർക്കറിയാം. പക്ഷേ അവർ ആരാധനയിൽ ഉലൂഹിയത്തിന്റെ, അവർ ഉബൂദിയത്തിന്റെ കാര്യം വരുമ്പം അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന കാര്യം വരുമ്പം അവരതിൽ പങ്കു ചേർക്കും. അതാണ് അവരുടെ കുഴപ്പം. അല്ലാഹുവിനെ അവർക്കറിയാം, പ്രപഞ്ചം സൃഷ്ടിച്ചത്, മഴ പെയ്യിക്കുന്നത്, മരിപ്പിക്കുന്നത് ഇതൊക്കെ അല്ലാഹുവാണെന്ന് അവർക്കറിയാം. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് അവർ ലാത്തനെയും മനാത്തനെയുമാണ് ആരാധിച്ചിരുന്നത്, അല്ലേ. അതുകൊണ്ട് നമ്മൾ ആരാധ്യ വസ്തുക്കളെ മുഴുവൻ നിഷേധിച്ച് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള പുതിയൊരു ക്യാമ്പയിനുമായിട്ട് വന്ന ആളുകളാണ് ഈ 3 ആളുകൾ. എന്നിട്ട് അദ്ദേഹം പറയാണ്, വല്ലാഹി ഇന്ന് ഈ ഭൂമുഖത്ത് ഒരു 3 ആൾ മാത്രമേ ഉള്ളൂ, ഒരാളെ പോലും അവർക്ക് കിട്ടിയിട്ടില്ല. സഹോദരങ്ങളെ, ആ 3 ആളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. 2025 ഞാനിവിടെ പ്രസംഗിക്കുമ്പം മുസ്ലിം ജനസംഖ്യ 200 കോടിയിലേക്ക് അടുക്കാൻ പോവുകയാണ്. 200 കോടിയിലേക്ക് അടുക്കാൻ പോവാണ്. 3 ആളിൽ നിന്ന് തുടങ്ങി 200 കോടിയിലേക്ക് എത്തണമെങ്കിൽ അതെങ്ങനെയാണ് സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വ്യക്തിനെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ കാണാതെ
കേൾക്കാതെ ഒരാൾക്ക് എങ്ങനെയാണ് സ്വന്തം പിതാവിനെക്കാളും സ്വന്തം മാതാവിനെക്കാളും സ്വന്തം മക്കളെക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഈമാൻ, അതാണ് വിശ്വാസം. അങ്ങനെ നമുക്ക് ഈ പ്രവാചകനെ കാണാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഈ പ്രവാചകനെ നമ്മൾ പ്രവാചകനായി അംഗീകരിക്കുന്നത് കൊണ്ടാണ്, അല്ലേ? റോൾ മോഡലായി അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു 23 വർഷം കൊണ്ടാണ് പ്രവാചകൻ അവരെ മാറ്റിയെടുത്തത്. സഹോദരങ്ങളെ, ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ജാഹിലിയത്തിൽ സ്വന്തം മകളെ കുഴിച്ചിടാണ്. പെൺകുട്ടി പിറന്നാൽ അത് അപമാനമാണെന്ന് വിശ്വസിച്ച ജനത, അല്ലേ? എന്നിട്ട് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടാ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലേ? സ്വന്തം മകള് കുഴിച്ചുമൂടാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കുഴി കുത്തുമ്പോൾ ആ തെറിക്കുന്ന മണ്ണുണ്ടല്ലോ, അത് താടിയിലേക്ക് ഇങ്ങനെ ആവുമ്പോ ആ മോളത് തട്ടിക്കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വന്തം മകളെ കുഴിച്ചിടാലെ കുഴി കുത്തുമ്പോ ആ കുഴിയിൽ നിന്ന് തെറിക്കുന്ന മണ്ണുണ്ടല്ലോ, അതിങ്ങനെ തട്ടിക്കൊടുക്കുന്ന ഒരു മകളെ ആ കുഴിയിൽ വെച്ച് പോകുന്ന മനുഷ്യനാണ് ആര്? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തിനു വേണ്ടി? നാളെ അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ പറയും, ഓന് നാണക്കേടാണ്, ഓന് ധൈര്യമില്ലാത്തവനാണ് എന്ന് ജനങ്ങൾ പറയുമെന്ന് പേടിച്ചിട്ട്. സഹോദരങ്ങളെ, ആ ഉമറിനെ മാറ്റി, അല്ലേ? ഉമർലാന് കുത്തേറ്റ് കിടക്കുകയാണ്. ഉമർലാന് സുബഹിസ്കാരത്തിലെ കുത്തുകൊണ്ട് കിടക്കുകയാണ്. അന്ന് വലിയ വലിയ ആസ്പത്രി ഇല്ല, അല്ലേ? വലിയ ചികിത്സാ സംവിധാനങ്ങളില്ല. വൈദ്യന്മാരെ വരുത്തും, അല്ലേ? വൈദ്യം വന്നു, ഉമർലാന് കുടിക്കാൻ വെള്ളം കൊടുത്തു എന്നാണ്. കുടിക്കാൻ വെള്ളം കൊടുത്തു. ഉമർലാന് വെള്ളം കുടിച്ചു. കുടിച്ച വെള്ളം മുഴുവൻ വയറ്റിലെ മുറിവിലൂടെ പുറത്തേക്ക് വന്നു. കുടിച്ച വെള്ളം വയറ്റിലെ മുറിവിലൂടെ പുറത്തേക്ക് വരികയാണ്. വൈദ്യം പറഞ്ഞെന്ത്? ചികിത്സ അല്ല, കാരണം കുടല് പൊട്ടിയിട്ടുണ്ട്, ചികിത്സ അല്ല എന്ന് പറഞ്ഞു. മരണം ഉറപ്പാണെന്ന് പറഞ്ഞു. ഉമർലാൻ ഇങ്ങനെ ആളുകളെ വിളിപ്പിക്കുകയാണ്, വസിയത്തിന് മക്കളെ വിളിപ്പിക്കുന്നു, അല്ലേ? ഓരോരുത്തരെ വിളിപ്പിക്കുകയാണ്. അങ്ങനെ ഉമർലാന്റെ തല നിലത്ത് ഇങ്ങനെ കിടക്കുകയാണ്, ഭൂമിയിലാ കിടക്കണത്. അപ്പൊ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വന്നിട്ട് പറഞ്ഞു, വാപ്പ ആ തലന്റെ മടിക്കൊന്ന് വെച്ചാളി. വേണ്ട മോനെ എന്നാണ്, വേണ്ട മോനെ എന്നാണ്. ആ ഉമറിന്റെ തല മണ്ണിൽ തന്നെ കിടക്കട്ടെ എന്നാണ്. ഉമറിന്റെ തല മണ്ണിൽ തന്നെ കിടക്കട്ടെ എന്ന് ഉമർലാൻ കരയാണ്. എന്തിനാണ് വാപ്പ കരയാണ്? ഉമറും ഫിൽ ജന്ന, ഞാൻ കേട്ടതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, ഞാൻ കേട്ടതാണ് വാപ്പ, അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്, ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണെന്ന്. എന്തിനാ വാപ്പാങ്ങൾ കരയണം? എന്തിനാ വാപ്പാങ്ങൾ കരയണം? ഉമർലാൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? അത് പറയുന്ന സന്ദർഭത്തിൽ ഒരു പക്ഷേ ഉമർ സ്വർഗ്ഗത്തിലായിരിക്കും, അല്ലേ? അത് നബി മരിച്ചിട്ട് എത്ര കാലായി, അല്ലേ? ആ പറഞ്ഞ സന്ദർഭത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഉമർ ഒരുപാട് അമാനത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഉമർ വലിയ ഭരണാധികാരിയായിട്ടുണ്ട്. ഉമർ കുറെ അമാനത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വീഴ്ച വന്നിട്ടുണ്ടോ എന്നറിയില്ല മോനെ, അതുകൊണ്ട് ഉമറിന് പേടിയാണ്. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു ഉമറിനെ സൃഷ്ടിക്കാൻ, അല്ലേ? അങ്ങനത്തെ ഉമറിനെ സൃഷ്ടിക്കാൻ, അല്ലേ? വലിയ ഒരു ഇസ്ലാമിക രാജ്യത്തിൽ ഒരു എന്താണ് ഒരു മിണ്ടാപ്രാണി വിശന്ന് പട്ടിണി കിടന്നാൽ അതിന് ഉമർ ചോദ്യം ചെയ്യപ്പെടും എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ഉമറിനെ ഉയർത്തിയ ഒരു സംസ്കാരമുണ്ട്, ഒരു നാഗരികതയുണ്ട്. അത് 23 വർഷം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവരെ പഠിപ്പിച്ചതാണ്. ആലോചിച്ചോക്കി, അങ്ങനെ അമവിയ കാലഘട്ടം ഹിജ്റ 136 ആവുമ്പോഴും, ഹിജ്റ 136 നിങ്ങൾ അടിച്ചോക്കി, ഗൂഗിൾ അടിച്ചോക്കി, ഹിജ്റ 136 ക്രിസ്താബ്ദം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേൾഡ് മാപ്പ് എടുത്ത് നോക്കി. എന്താണ് സംഭവിച്ചത്? ലോകത്തിന്റെ 2 ഭാഗത്തുള്ള വലിയ ശക്തികൾ, റോമനും പേർഷ്യയും, ലോകത്തിൽ അറിയപ്പെടുന്ന സൈനിക ശക്തികൾ, അവർക്കില്ലാത്ത സൈന്യങ്ങളില്ല, അല്ലേ? ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ആണ് അവരുടെ ഭൂമി കിടക്കുന്നത്, വലിയ വലിയ സൈന്യങ്ങൾ. ആ 2 വലിയ സാമ്രാജ്യങ്ങളെ ഹിജ്റ 136 ആകുമ്പോഴേക്കും ഈ സൈന്യമില്ലാത്ത ഒരാൾക്കൂട്ടം, സ്വന്തമായി സൈന്യമില്ല, അല്ലേ? യുദ്ധത്തിന് പോകണമെന്നാണ് എല്ലാവരും പോകാറുണ്ടെയാണ്. അങ്ങനത്തെ ഒരാൾക്കൂട്ടം ഈ 2 വലിയ നാഗരികതയും കീഴ്പ്പെടുത്തി ലോകത്തെ അടക്കി വേണമെന്ന് പറയുമ്പോൾ അത് സഹോദരങ്ങളെ ആയുധത്തിന്റെ മൂർച്ചയല്ല, അത് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ മൂർച്ചയാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സഹോദരങ്ങളെ, വല്ലാത്തൊരു വാക്കാണ്. ഈ മാറ്റം എന്തുകൊണ്ടുണ്ടായി? ഈ മാറ്റം എന്തുകൊണ്ടുണ്ടായി? 23 വർഷം കൊണ്ട് ലോകത്ത് പുതിയ ഒരു നാഗരികതയെ സൃഷ്ടിച്ച ഈ വലിയ മാറ്റത്തിന്റെ കാരണം എന്താണ്? അതാണ് ഖുർആൻ സൂറത്തു ജുമയുടെ 2-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അവനാണ് ഉമ്മിയായ നിരക്ഷരായ നിങ്ങളിൽ നിന്നൊരു പ്രവാചകനെ തെരഞ്ഞെടുത്തത്. അവരിൽ നിന്ന് നിരക്ഷരനായ ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്തു. എന്നിട്ടോ ആ പ്രവാചകൻ അവർക്ക് വേദഗ്രന്ഥം എന്താണ്? റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി, അവരെ ആയത്തുകൾ ഓതി പഠിപ്പിച്ചു എന്നാണ്. വയുഅല്ലിമുഹുൽ കിതാബ, ഓരോ വാക്കുകൾ നോക്കി, കിതാബ് ഇങ്ങനെ ഓതിക്കൊടുത്തക്കല്ല, വയുഅല്ലിം തഅലീം നടത്തിയെന്നാണ്, പഠിപ്പിച്ചു എന്ന് പറയും. അപ്പൊ ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് വരുമ്പം അബ്ദുറഹ്മാൻ സാഹിബിന്റെ വീട്ടിൽ ചെന്നത്, അപ്പൊ അദ്ദേഹം തന്റെ വാപ്പയെ കുറിച്ച് പറഞ്ഞെന്തറിയോ? വാപ്പ ഞങ്ങൾ എല്ലാവരും പിടിച്ചിരുത്തിയിട്ട് 2 കൊല്ലം കൊണ്ട് ഖുർആൻ മുഴുവൻ പഠിപ്പിച്ചു എന്നാണ്. വീട്ടില് മക്കളെ പഠിപ്പിച്ചു, ഖുർആൻ മുഴുവനും.
ആദ്യം ഉണ്ടാക്കിയത് ഇവിടെ മദ്രസയാണ് സഹോദരങ്ങളെ. അതാണ് ഈ മാറ്റത്തിന്റെ കാരണം. ഈ വലിയൊരു സംസ്കാരത്തെ ഇവിടെ അള്ളാഹു ഇൻസ്റ്റാൾ ചെയ്തത് എങ്ങനെയെന്നുള്ള ആ മോഡലാണ് പഠിപ്പിച്ചത്, എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇമാം മാലിക് പറഞ്ഞത്, പൂർവികരെ ഏതൊന്നുകൊണ്ടാണോ പൂർവികർ മാറിയത് അതുകൊണ്ട് പിൻകാലക്കാർക്ക് മാറാൻ പറ്റുള്ളൂ. അത് വിശുദ്ധ ഖുർആനാകുന്ന വഹിയാണ്, അതിന്റെ പൂർത്തീകരണമായ സഹിയായ ഹദീസാണ്. സഹോദരങ്ങളെ, അത് മാറിയിട്ട് ഒരു മാറ്റം സാധ്യമല്ല. അതാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ മനസ്സിനെ സംവിധാനിച്ച ആ അള്ളാഹുവിന്റെ ഗൈഡൻസ് ആണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അങ്ങനെയാണ് ആ മാറ്റം ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമുക്കും ആ മാറ്റം ഉണ്ടാകണം സഹോദരങ്ങളെ. നമ്മൾ എത്ര ഖുർആൻ പഠിച്ചു? ഇത് സീരിയസ് ആയ ക്വസ്റ്റ്യൻ. എന്താണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ? അള്ളാഹുവിന്റെ കലാമാണ്. 23 വർഷത്തെ പ്രവാചകന്റെ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അള്ളാഹു അവതരിപ്പിച്ച അള്ളാഹുവിന്റെ വഹിയാണ് വിശുദ്ധ ഖുർആൻ, കലാമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റി നിർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ആ നബിയെ നമ്മൾ അറിയണം, ആ നബിയെ നമ്മൾ പഠിക്കണം. ഇത് റമദാൻ വലിയൊരു അവസരമാണ്, അള്ളാഹുവിലേക്കുള്ളൊരു യാത്രയാണ് സഹോദരങ്ങളെ. അതിന്റെ നല്ലൊരു സാമ്പിളാണ് ഈ റമദാൻ. അതിന് നമ്മൾ തയ്യാറെടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഹിമാലയത്തേക്ക് പോയിട്ട് ചോദിച്ചു, ഈ വെക്കേഷനിൽ ഒന്ന് ഹിമാലയത്തിൽ പോയാലോ? ഇങ്ങനെ ഓടി നടന്ന് പൈസ ഉണ്ടാക്കിയല്ലേ, എൻജോയ് ചെയ്യും, ലൈഫ് എൻജോയ് ചെയ്യാം, ഹിമാലയത്തേക്ക് നമുക്ക് ഇപ്രാവശ്യം വെക്കേഷനിൽ ടൂർ പോകുക എന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നോമ്പൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ പോരെ, ഇപ്പൊ തന്നെ വേണോ ചോദിച്ചാൽ? കാരണം അത് ഇനി സമയമുണ്ടല്ലോ, വെക്കേഷനിലല്ലേ, നോമ്പ് കഴിഞ്ഞിട്ട് തീരുമാനിച്ചു വെച്ചാൽ അദ്ദേഹം അല്ല, ഇപ്പൊ തീരുമാനിക്കണം. എന്താ കാരണം ചോദിച്ചു? ഇപ്പൊ ടിക്കറ്റ് എടുത്താലാണ് ചാർജ് കുറയാ, അപ്പൊ ടിക്കറ്റ് എടുത്താൽ നല്ല ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും. സഹോദരങ്ങളെ, ഒരു വെക്കേഷൻ ഹിമാലയത്തിൽ പോയി ആ കാഴ്ചകൾ കാണുമ്പോൾ ഒരു സന്തോഷം, ഒരു ദുന്യവിയായ സന്തോഷമാണത്. അത് ഹറാമാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആലോചിച്ച്, ഒരു വെക്കേഷനിൽ ഒരാഴ്ച ഹിമാലയത്തിൽ പോയി സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ എത്രയോ മുമ്പ് തയ്യാറെടുക്കുകയാണ്. ടിക്കറ്റ് എപ്പോഴാ കുറവുള്ളത് നോക്കുകയാണ്, യാത്ര പ്ലാൻ ചെയ്യാണ്. സഹോദരങ്ങളെ, വലിയൊരു യാത്ര ഉണ്ട്, ഒടുക്കലും അവസാനിക്കാത്ത ആസ്വാദനങ്ങളുണ്ട്. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. ഏത് ടൂറും പോവാ സഹോദരങ്ങളെ. പക്ഷെ ടൂറിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്താ അറിയോ? ടൂറിന്റെ ഒരു അവസാന ദിവസം ഉണ്ട്, അത് വല്ലാത്ത വിഷമായിരിക്കും. ടൂർ കഴിയുന്ന ദിവസം ഭയങ്കര സങ്കടമായിരിക്കും. ടൂറിന്റെ ഒരു തിരിച്ചുപോക്കുണ്ട്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ടൂർ പോയാൽ 3-4 ചെറിയ മക്കളായിട്ട് ടൂർ പോയാൽ ആ വരുന്ന രാത്രി കുട്ടികളെ ഛർദ്ദിക്കലും പള്ളിയിലെത്താലും നുളോച്ചിലും കൂടി ആകുമ്പോൾ ടൂർ എന്നെ പോകേണ്ടിയില്ലെന്ന് തോന്നും. ടൂർ തന്നെ ചെറിയ കുട്ടികളായിട്ട് പോയവർക്കറിയാം. നമ്മൾ നല്ല ടൂറൊക്കെ ചെന്ന് പെണ്ണുങ്ങൾ അറിയുന്നത്, നിങ്ങൾ കുറച്ച് കഞ്ഞിട്ടോ പോയി നോക്കി, എവിടെ കൊടൈക്കനാൽ പോയി കഞ്ഞി തരിക? അതിനിപ്പോൾ കൊടൈക്കനാലിൽ പോകണോ? അതിന് പെരി കുത്തിരുന്നാൽ പോരെ? നിങ്ങൾ പഴം പുഴുങ്ങിയ കിട്ടുമോ നോക്കി, എവിടെ നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ പോയി പഴം പുഴുങ്ങിയ തരിക? ഇതാണ് നമ്മളെ ടൂറിന്. ഞാൻ പറഞ്ഞ ദുന്യാവിന്റെ കാരണം എന്താ? പെണ്ണുങ്ങൾക്ക് സന്തോഷമില്ല. പെണ്ണുങ്ങൾക്ക് എന്താ സന്തോഷമില്ലാത്ത? കുട്ടി തിന്നായിട്ട് കുട്ടി തിന്നായിട്ട് ഓക്ക് സന്തോഷമില്ല. ഇനി കുട്ടി തിന്നണമെങ്കിൽ നമ്മൾ കഞ്ഞി തിരഞ്ഞെടുക്കണം. കൊടൈക്കനാല് കഞ്ഞി തിരഞ്ഞെടുക്കുന്ന എന്താ സ്ഥിതി? നമ്മളെ നാട്ടിൽ നമുക്ക് ഇവിടെ കഞ്ഞിട്ട് നമുക്കറിയാം. അപ്പൊ അതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞ ദുന്യാവിന്റെ ടൂറിന്റെ അവസ്ഥയാണിത്. എന്നിട്ട് ആ ടൂറിന് ഇത്ര നേരത്തെ പ്ലാൻ ചെയ്യണല്ലേ സഹോദരങ്ങളെ. ഇതിന്റെ അപ്പുറത്ത് വലിയൊരു ലക്ഷ്യമുണ്ട്, വലിയൊരു ജീവിതമുണ്ട്. അവിടെ ബ്ലഡ് റിപ്പോർട്ട് വരാല്ല. ഇപ്പൊ ചില ആൾക്കാർ കാണിക്കാൻ വരുമ്പോൾ മുട്ടുവേദന കാണിച്ച് പോകാൻ നേരത്ത് ആ തുണിസാപ്പിന്റെ കീസിൽ നിന്ന് ഒരു സാധനം എടുക്കും. ഇപ്പൊ പുതിയൊരു പരിപാടി, 500 രൂപേന്റെ ചെക്കപ്പ്. 500 രൂപേന്റെ ചെക്കപ്പ് ഉണ്ട് എല്ലാ ലാബിലും. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് ഇത് ഓര് പറഞ്ഞിട്ടുണ്ടാവും കുഴപ്പമില്ലാതെ, എന്നാലും ഒരു ധൈര്യമാണ്. ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ മുട്ടുവേദന കാണിച്ച് പൈസ തന്നിട്ട് ഡോക്ടർ ഇതൊന്നും പറഞ്ഞിട്ടിക്കണേ. എന്നിട്ട് നമ്മളെ റിപ്പോർട്ട് നമ്മൾ ഇത്ര കാലം നോക്കിയിട്ടുണ്ടാവില്ല. എന്നിട്ട് നമ്മളിങ്ങനെ സ്പീഡ് ശരിക്കും നോക്കി അങ്ങനെ മറിച്ചിട്ടില്ല. എന്നിട്ട് നമ്മളെ കൊണ്ട് ശരിക്കും നോക്കിച്ചു. എന്നിട്ട് അതിന്റെ അവസാനത്തെ പേജിൽ ഒരു ECG ഉണ്ടാവും, ഒട്ടിച്ചുണ്ടാവും. അപ്പൊ നമ്മൾ ECG നോക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഓർത്തോ എൻ്റെ അടുത്ത്. എന്നിട്ട് ഇമ്മ അറിയാം, ECG ഒക്കെ ഒന്ന് ശരിക്കും നോക്കിക്കാൻ. എന്താ ബേജാറാണ്? ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി. സ്വർഗത്തിൽ അങ്ങനെ ഒരു ലാബ് പോകാനില്ല, ഒരു റിപ്പോർട്ട് വരാനില്ല, ബേജാറില്ല. എത്ര നല്ലൊരു ലോകം, ഒരു ഇടങ്ങേറില്ലാത്ത. നാളെ തിരിച്ചു പോകണമെന്ന് വിചാരിക്കണ്ട, ഏത് ടൂറിലും തിരിച്ചു പോകണം. മാത്രമല്ല, ഒരു ടൂർ ചെന്നിട്ട് നിങ്ങൾ സ്ഥലത്ത് ഇറങ്ങിയേക്ക്, ഒരു സ്ഥലത്ത് ചെന്ന് ടൂറിനിടെ ഇറങ്ങിയിട്ട് നല്ല പള്ളിയിലെത്തായാലേ മാണ്ടില്ലേനു ടൂർ. അത്രയുള്ളൂ മനുഷ്യന്റെ ഈ ഭൗതിക ലോകത്തെ സന്തോഷങ്ങൾക്കൊക്കെ പരിമിതി ഉണ്ട്. നമ്മൾ ആസ്വാദനങ്ങൾ എന്ന് പറയുന്ന കഴിഞ്ഞ MDM അടിച്ച ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുക. ഞാൻ കഴിച്ച കുറച്ചൊരു MDM അടിച്ചിരുന്ന ആത്മഹത്യയാണ്. MDM അടിക്കണത് എന്തിനാ? സന്തോഷം കിട്ടാനല്ലേ. MDM എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന സാധനം. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സന്തോഷം ഉണ്ടാക്കണം. എന്താ വെച്ചാൽ നമ്മളെ തലച്ചോറിൽ ഡോപ്പമിൻ, സിറോട്ടോണിൻ, ഓക്സിറ്റോസിൻ എന്നൊക്കെ പറഞ്ഞ ചെറിയ കെമിക്കൽസ് വരുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുക. സാധാരണ എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകുക, ഒരു നോർമൽ മലപ്പുറത്തുകാരന് സന്തോഷം ഉണ്ടാകുക, ഒരു പന്തലി കാണുമ്പോൾ ഒരു ഗോൾ അടിച്ചാൽ സന്തോഷം ഉണ്ടാവും. അപ്പോൾ 2 ഡോപ്പമിൻ വരും. നല്ലൊരു മന്തി, അവിടെ നല്ലൊരു മന്തി ഉണ്ടായിരുന്നു, അത് പോയി തിന്നുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. നമ്മളെ കുട്ടി നന്നായിട്ടൊരു ഖുർആൻ ഓതി ചെറിയ പാട്ടൊക്കെ പാടി സ്റ്റേജിൽ കയറി നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അതൊരു സന്തോഷമാണ്. അതിന് 3-4 ഡോപ്പമിൻ ഉണ്ടായാൽ മതി. പക്ഷെ MDM അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? MDM അടിക്കുമ്പോൾ ഡോപ്പമിന്റെ മഴ പെയ്യാണ്. എന്താ മഴ പെയ്താനുള്ള കുഴപ്പം? വെള്ളപ്പൊക്കം വന്നാൽ പിന്നെ വരൾച്ച വരും,
വരൾച്ച വരും, മഴ കൂടുതൽ പെയ്താൽ പിന്നെ ഡോപ്പമിൻ ഇറങ്ങാണ്ടാവില്ല, പിന്നെ ഒരു ബിരിയാണിക്ക് സന്തോഷം ഉണ്ടാവില്ല അല്ലേ. ഒരു റീൽസ് വന്നു അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഇങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യാം. മൂപ്പരിനോട് പറയണേ, ഞാൻ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇടും FB ആണ് ഫേസ്ബുക്ക്. കുട്ടിയൊക്കെ ഇപ്പോൾ ഇൻസ്റ്റൻ്റെ കാലമാണ്, ഞങ്ങളെ ജനറേഷനിലാണ് ഈ ഫേസ്ബുക്ക് വരുന്ന സാധനം. FB ഒരു പോസ്റ്റ് ഇടും, 1 മണിക്കൂർ കൊണ്ട് എനിക്കൊരു 1000 ലൈക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം. 1 മണിക്കൂർ കൊണ്ട് മൂപ്പർക്ക് 1000 ലൈക്ക് കിട്ടണം കാണിച്ചു തരും. ഇങ്ങനെ ഓരോ 10 ചൂടുമ്പോൾ നോക്കുകയാണ്, ആകണില്ലേ 100 800 1200 ലൈക്കായി, വിചാരിച്ചിൻ്റെ അപ്പുറത്തേക്ക്. അപ്പൊ എന്താ സഹോദരന്റെ ഫോർമുല അറിയങ്ങൾ? എല്ലാവരും നമ്മൾ ലൈക്ക് അടിച്ചു കൊടുക്കണം. മൂപ്പര് ഇടക്കിടക്കുള്ള പണി എന്താ അറിയോ? ഇതിങ്ങനെ തുറക്കുക, ലൈക്ക് അടിച്ചു കൊടുക്കുക, എന്താന്ന് കൂടി നോക്കണില്ല, അങ്ങനെ ലൈക്ക് അടിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ ലൈക്ക് അടിച്ചാൽ നമ്മൾക്ക് ലൈക്ക് കിട്ടും അല്ലേ. ഒരാളെ പരിചയപ്പെട്ടു, വലിയ വിദേശ രാഷ്ട്രത്തിൽ നിന്ന് പരിചയപ്പെട്ട ഒരാൾ വലിയൊരു ബൈക്ക് വെച്ച് വന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വലിയതൊക്കെ ഒരു പുളിച്ചിയൊക്കെ എന്ന് പറയും. ഞങ്ങൾ ഇവിടെ അരികോട്ട് എന്താ പറയക്കറിയില്ല, മഞ്ചേരിയൊക്കെ പുളിച്ചിയൊക്കെ എന്ന് പറയാം. 18 ലക്ഷത്തിൻ്റെ എന്തോ വലിയ ബൈക്കാണ് അത്ര. അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായത് സംഭവം വലിയ ബൈക്കാണ്. അപ്പോൾ ഞാനോട് ചോദിച്ചോ ഒന്നും കൂടി മേലെ കയറും. അപ്പോൾ ഞാൻ ചോദിച്ചില്ല, ഞാൻ ബൈക്കന്നെ കാണാത്ത മാതിരി. അപ്പോൾ പരിചയപ്പെട്ട് ചോദിച്ചപ്പോൾ ഇവരുടെ ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ടെന്ന് ആദ്യം ചോദിച്ചത്. സാധാരണ മനുഷ്യൻ്റെ പേര് നിങ്ങളെ പേരോടെ മഞ്ചേരി എഴുതി വാർത്ത ആ പള്ളിൻ്റെ അവിടെ സ്കൂളിൻ്റെ അവിടെ നമ്മളോട് അങ്ങനെ ചോദിച്ചാൽ ചോദിച്ചാൽ ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ടോ? ഇൻസ്റ്റയിൽ അക്കൗണ്ട്, സത്യത്തിൽ ഇൻസ്റ്റയിൽ അക്കൗണ്ടിൻ്റെ പേരെന്താണെന്ന് തന്നെ അറിയില്ല. അക്കൗണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ തപ്പി പിടിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മൂപ്പര് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അക്കൗണ്ട്, നല്ല വ്യൂവേഴ്സ് ഉണ്ടല്ലോ, നല്ല ലൈക്ക് ഉണ്ടല്ലോ, നല്ല ഷെയർ ഉണ്ടല്ലോ, നല്ല ആളാണല്ലോ. അപ്പോൾ അതാണ് നല്ല ആൾ പറഞ്ഞാൽ. നമുക്ക് നല്ല അക്കൗണ്ടിൽ വ്യൂവേഴ്സ് ഉണ്ട്, നമുക്ക് ഷെയർസ് ഉണ്ട്, ലൈക്ക് ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരാണ് നല്ല ആൾ. ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണം കഴിച്ചാൽ ഇപ്പോൾ സഹോദരങ്ങളെ, ഇപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ബിരിയാണി വന്ന് ഒരു സാധനം ഓർഡർ ചെയ്താൽ അത് എത്തുമ്പോഴത്തേന് തീർന്നുണ്ടാവും, അടുത്ത് വരുമ്പോൾ ഇത് തീർന്നുണ്ടാവും. അങ്ങനെ പണ്ടൊക്കെ ഹോട്ടലിൽ കയറിയാൽ. ഇപ്പോൾ ഹോട്ടലിൽ കയറി ആരും തിന്നില്ല. അഗ്നി ആരാധകർ നിൽക്കണമാരി ഇങ്ങനെ നിൽക്കുക. ആദ്യം ഓളെ ഫോണിലൊരു ഫോട്ടോ എടുക്കും, പിന്നെ പുക പൊന്തുന്നൊരു വേറെ ഫോട്ടോ, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന കഴിഞ്ഞിട്ട് തിന്നാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങനെ കാലഘട്ടമാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്താ നമ്മൾ റിയാലിറ്റിന്ന് മാറിപ്പോകാൻ പാടില്ല. ഇതൊക്കെ ആയിക്കോട്ടെ, ഹലാലായതിന് നമ്മൾ എതിരല്ല. പക്ഷെ എന്താ പറയുക, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളെ മറപ്പിച്ചു കളയും. അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ഒരു പാട്ട് കേട്ടാൽ എന്താ പ്രശ്നം? പാട്ട് കേൾക്കണില്ലല്ല സഹോദരങ്ങളെ പ്രശ്നം. പാട്ട് കേട്ട മനസ്സിന് ഖുർആൻ ആസ്വദിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഖുർആനോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പ്രശ്നങ്ങൾ അതാണ്. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമുണ്ട്, അതിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല അല്ലേ. ആ ലക്ഷ്യത്തിൽ ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും. ആ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. കാരണം പിശാച് വലിയ സെറ്റപ്പുമായിട്ട് ആലോചിച്ച് മനുഷ്യനെ വഴിപിഴപ്പിക്കാനുള്ള സകല സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് പിശാച് നിൽക്കുന്നത്. നമ്മുടെ ശത്രു ചെറിയവനല്ല. നമ്മളെ എങ്ങനെ വീഴ്ത്തണമെന്നറിയാം. നമ്മളെ പൂർവ്വപിതാവിനെ ആദം നബിയെ സ്വർഗത്തിന് പുറത്താക്കിയാണോ? നമ്മളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള തന്ത്രങ്ങൾ അറിയുന്നവനാണ് നമ്മളെ എതിരാളി എന്ന ബോധം നമുക്ക് വേണം. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ്, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണമെന്നാണ്. അതുകൊണ്ട് ഈ വഞ്ചനാ ചരക്കായ ദുനിയാവും അതിൻ്റെ വൈബുകളൊക്കെ എന്താ അറിയോ, നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ച് കളയും. അതുകൊണ്ട് അത് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇത് ഒരു മഹല്ലിലെ ആളുകൾ എന്ന നിലക്ക് പ്രത്യേകിച്ച് പറയാനുള്ള സഹോദരങ്ങളെ, നമ്മളെ കുടുംബ സംവിധാനങ്ങൾ ഇതൊക്കെ വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കുടുംബം ഇപ്പൊ കല്യാണം കഴിഞ്ഞ ദിവസം ഒരു +2 ടീച്ചർ പറയാണ്, അദ്ദേഹം പറയണേ, എൻ്റെ ക്ലാസ്സിൽ 32 കുട്ടികളുണ്ട്, പെൺകുട്ടികൾ 32 കുട്ടികളും പറഞ്ഞു കല്യാണം കഴിക്കണില്ല. നിങ്ങൾ ആലോചിച്ച്, വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. 32 പെൺകുട്ടികളും പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ആരാണ് സഹോദരങ്ങളെ? നമ്മളെ നാട്ടിലെ നമ്മളെ വളർത്തുന്ന നമ്മളെ പെരിന്ന് പോകുന്ന പെൺകുട്ടികളെ പറയണേ. എന്തുകൊണ്ട്? നമുക്ക് പങ്കുണ്ടോ നമ്മൾ ആലോചിക്കണം. നമ്മളിങ്ങനെ പറയാം, എൻ്റെ വാപ്പാനെ കെട്ടിയത് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങി. ഇതല്ലേ നമ്മളെ മോള് കേൾക്കണത് അല്ലേ? എൻ്റെ വാപ്പാനെ കെട്ടിയത് മുതൽ എൻ്റെ കഷ്ടകാലം ഞാൻ ഭയങ്കര നല്ല പഠിച്ച ആളായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ വർത്താനം കേട്ടത് തോന്നുന്നു ഉമ്മ കലക്ടറാകേണ്ട ആളാണ്, വാപ്പ കെട്ടിയോണ്ട് ഉമ്മ കലക്ടറാകാതെ പോയതാണ്. അതല്ലേ കുട്ടി കേൾക്കണേ. അല്ലെങ്കിൽ അപ്പുറത്തെ അയൽപക്കത്തെ ആളുടെ അവിടുത്തെ ബന്ധങ്ങളിലെ അവിടുത്തെ വിവാഹ ജീവിതത്തിലെ തകർച്ച, താത്താന്റെ മാപ്പിളിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്. മൈക്രോ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാണ്. വിവാഹത്തോട് മടുപ്പനുഭവപ്പെടുകയാണ്. സഹോദരങ്ങളെ, കുടുംബ ജീവിതത്തിന്റെ സന്തോഷങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അതിന്റെ പോസിറ്റീവാണ് പറയേണ്ടത്. അതിന്റെ നെഗറ്റീവ് ഇങ്ങനെ അത് ഈ സോഷ്യൽ മീഡിയ മൊത്തം അതിനാണ് റീച്ചുള്ളൂ അല്ലേ. ഒരു തട്ടട്ട പെൺകുട്ടി വിവാഹത്തെ പറ്റി മോശമായി പറയുമ്പോൾ അതിനാണ് റീച്ച് കിട്ടുക. അത് പ്രചരിപ്പിക്കാൻ ഇവിടെ ആളുകളുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ദീനിന്റെ ആളുകളാണ്, അള്ളാഹുവിന്റെ മതത്തിന്റെ ആളുകളാണ്. മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. വിചാരണ ചെയ്യപ്പെടും, ഓരോ വാക്കും വിചാരണ ചെയ്യപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളെ കുടുംബ സംവിധാനങ്ങൾ അത് വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് അത് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് കൃത്യമായ റോളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ കൃത്യമായൊരു മഹൽ എന്ന നിലക്ക് നമ്മൾ ഈ ചലഞ്ചുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. ഇവിടെ എല്ലാം നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ. എന്താ നോർമലൈസ് ചെയ്യാൻ അറിയാം? ഒരു കിഡ്നി രോഗിയുണ്ട് നമ്മളെ വീട്ടിൽ വിചാരിച്ചോളൂ. അയാൾ ഡയാലിസിസ് ആകുമ്പോഴത്തേന് അയാൾക്ക് ശ്വാസം മുട്ടും.
ശ്വാസം മുട്ടും, ഭയങ്കര വേദനയായിരിക്കും, എല്ലിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, തൊടുമ്പോ വേദന, നടക്കാൻ പറ്റില്ല, പിന്നെ അയാൾ മാനസിക വിഷമം ഉണ്ടാവും. അതായത് ഒരു മനുഷ്യനെ കൊണ്ട് ഒരു കുടുംബം അങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. എന്നും ഒന്നരാടം ഡയാലിസിസ് ഉണ്ടോ. ആദ്യമൊക്കെ ഭാര്യനെ കാണാൻ പറ്റും. ഡയാലിസിസ് സെന്ററിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആദ്യം ഭാര്യയെ കൊണ്ടുവരിക, തുടക്കത്തിലൊക്കെ എല്ലാവരും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പിന്നെ അങ്ങനെ 2-3 കൊല്ലമാകുമ്പോൾ ആള് മാറും. പിന്നെ ഉമ്മയിക്കാരുണ്ടാകുക. അപ്പൊ എന്താ ഭാര്യ വരാത്ത? ഭാര്യ ജോലിക്ക് പോവുകയാണ്, കുറ്റം പറയാൻ പറ്റൂല, ഭാര്യ ജോലിക്ക് പോവുകയാണ്. അപ്പൊ ഇയാൾ കടുത്ത മാനസിക സംഘർഷത്തിലായിരിക്കും. അപ്പോ ഒരു ഡയാലിസിസ് ആകുമ്പോഴത്തിന് ഇയാൾക്ക് പ്രയാസങ്ങളുണ്ടാവും, മൂത്രം പോകാത്തിന്റെ വിഷമം, വേദന, നീര് വന്നിട്ട് ശ്വാസം കിട്ടായി, ഇയാൾ ഇങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കും അല്ലേ. അയലോകത്തെ വീട്ടിലാണെങ്കിൽ ആദ്യം നമ്മൾ പോയി നോക്കും. അത് പിന്നെ നമ്മൾ പറയുന്നത് ഒച്ചയ്ക്കുമ്പോ അത് മൂപ്പരൊച്ചയാണ് അറിയും. അത് മൂപ്പരൊച്ച, മൂപ്പര സ്ഥിരം ഉണ്ടാക്കണാണ്. നാളെ ഡയാലിസിസ് ഉണ്ട്, ഇന്ന് മൂപ്പരൊച്ച ഉണ്ടാക്കും, കാരണം ശ്വാസം മുട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. മകൻ വരും, മരുവോള് വരും, ഓലൊക്കെ വന്ന് നോക്കും. കുറച്ച് ആരും വരാണ്ടാവും. ഇത് മൂപ്പർക്ക് സ്ഥിരമുള്ളതാണ്. അതാണ് നോർമലൈസ് ചെയ്യാറുണ്ട്. ഏതൊരു സാധനം നോർമലൈസ് ചെയ്യാ അല്ലേ. ഇന്നിപ്പോ നമ്മളെ ഒപ്പിയിൽ നമ്മളെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ആരാണ് സഹോദരങ്ങളെ അല്ലേ, നമ്മളെ ഒപ്പിയിൽ വരുന്ന കാണാം. നല്ല പർദ്ദക്കെട്ട് 2-3 ഹജ്ജ് ചെയ്ത് കൊല്ലം റമദാൻ ഉംറക്കോണം അമ്മ ഉണ്ടാവും. മകളുണ്ടാവും ടൈറ്റ് ജീൻസും ടീഷർട്ടും ഒരു മഫ്തട്ടക്ക, ടൈറ്റ് ജീൻസ് ഇട്ടക്ക, ഒരു ടീഷർട്ട് ഇട്ടക്ക. സഹോദരങ്ങളെ, എന്ത് ഇസ്ലാമാണത്? ആ ഉമ്മ പറയണില്ല. ഉമ്മ നല്ല ഹിജാബ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞ അമ്മ പറയും, പറഞ്ഞു കൊടുക്കി ഡോക്ടറെ. ഡോക്ടർ അല്ല പറഞ്ഞു കൊടുക്കണ്ടേ, ഉമ്മാര് പറയണം. സഹോദരങ്ങളെ, എന്തിനാണ് മക്കളെ പേടിക്കണേ? പറയേണ്ട സമയത്ത് പറയണം സഹോദരങ്ങളെ. ദീന് പറയുന്നത് വേണം. അവിടെയാണ് നമ്മളെ പ്രശ്നം. നിങ്ങളെ മഹല്ലിലുള്ള ഈ മഹല്ലിൽ താമസിക്കുന്നവരെ ആലോചിച്ചോക്കി, വലിയ മുൻഗാമികൾ നമുക്കുണ്ട് അല്ലെ. ദീന് പഠിപ്പിക്കണം, ദീന് പറയേണ്ടടുത്ത് പറയണം. അത് കുടുംബത്തിൽ തന്നെ നമ്മൾ പറയണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യം നോർമലൈസ് ചെയ്യപ്പെടാണ് ലിബറലിസം. പണ്ടൊക്കെ നമ്മൾ എന്താണ് ഈ സ്വയം വർഗ സ്വവർഗാനുരാഗം എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, ഹോമോസെക്ഷൽസ് എന്ന് പറയുമ്പോൾ അറപ്പൈനു വെറുപ്പൈനു. ഇന്ന് വിവാഹങ്ങൾ നടക്കുകയാണ്. കോടതി സ്വവർഗ വിവാഹത്തിന് അനുമതി കൊടുത്തിട്ടാണ്. ഒറ്റ മിനിറ്റ്. നോർമലൈസ് ചെയ്യപ്പെടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലൊക്കെ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ കണ്ടുവരുമ്പോൾ ശീലിക്കുമ്പോൾ അത് ഒരു നോർമലായിട്ട് നമുക്ക് തോന്നുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു പ്ലാനിങ്ങോടുകൂടി വ്യവസ്ഥാപിതമായിട്ട് ഇവിടെ നമ്മളിടയിൽ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ. ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. ജീവിതം ഒന്നേ ഉള്ളൂ, ഒരൊറ്റ ജീവിതമുള്ളത്, അടിച്ചു പൊളിക്കേണ്ടതെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആ ദീനിനെ അവർ പഠിപ്പിക്കണം അല്ലേ. അതല്ലെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവും. ഇപ്പൊ വൃദ്ധരായ മാതാപിതാക്കളെ നോക്കണം എന്തിനാണ്? അത് ദീനാണ്, അത് അല്ലാഹ് പഠിപ്പിച്ചതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ഈ ന്യൂജനായ ആളുകൾ, അല്ലെങ്കിൽ ഇന്നത്തെ ലിബറലിസം, ഈ ഫെമിനിസ്റ്റ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകൾ, അവരെ സ്പീച്ചൊക്കെ കേട്ടാൽ മനസ്സിലാവും എന്തിനാണ് വൃദ്ധരായ മാതാപിതാക്കൾ നോക്കുന്നത്. അങ്ങേയറ്റം വിഷമമുണ്ടാവും. കഞ്ചാവ് കൊടുത്താൽ പോരത്. ഏതോ ഒരാളെ പ്രസംഗത്തിൽ ഞാൻ കേട്ടാണ്, കഞ്ചാവ് മാതാപിതാക്കൾക്ക് കഞ്ചാവ് കൊടുത്താൽ മതി, സന്തോഷം ഉണ്ടാവും. എന്താ ഇപ്പൊ അതിന്റെ അവസ്ഥ? വയസ്സാവുമ്പോ കഷ്ടപ്പാട് വരുമ്പോൾ കഞ്ചാവ് നോർമലൈസ് ചെയ്യണം. എന്നിട്ട് എന്താ പറഞ്ഞത്? അമേരിക്കയിലെ 24 സ്റ്റേറ്റിൽ കഞ്ചാവ് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. ലീഗലൈസ് ചെയ്യാൻ എന്താ? കള്ളുഷാപ്പുമാരി കഞ്ചാവ് വാങ്ങാൻ കിട്ടുന്നു. ഇത് കഞ്ചാവ് അടിക്കുക സന്തോഷം, സങ്കടം വരുമ്പോ. ഇതാണോ സഹോദരങ്ങളെ? ഇതാണോ ലിബറലിസം എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെപ്പോഴും എന്താരോ നമ്മൾ ദീന് പറയണം. ഇപ്പോൾ ഈ വിവാഹം വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ അല്ലേ, എന്തോ കരിയറിസം, ജോലി കിട്ടണം, എന്താ പറയുക, കുറച്ചൊന്ന് സെറ്റിലാട്ടെ. കല്യാണത്തെ പറ്റി പറഞ്ഞ കുട്ടികൾ പറയാം, ഒന്ന് സെറ്റിലാട്ടെ. ഇപ്പോൾ ഒരു ഒരാൾ വിളിച്ചിട്ട് പറയാം, എൻ്റെ മോളെ ഒന്ന് ഉപദേശിക്കണം, അവൾ കല്യാണത്തിന് തയ്യാറാകണില്ല, നിങ്ങൾ ഓളൊന്ന് വിളിച്ച് സംസാരിക്കണം. സഹോദരങ്ങളെ, ഞാനെങ്ങനെ ഒരു ബന്ധമില്ലാത്ത ഓളെങ്ങനെ ഞാൻ വിളിച്ച് സംസാരിക്കാം? ഓളെ കല്യാണത്തിന് എങ്ങനെ ഞാൻ റെഡിയാക്കണം? അപ്പം അതുകൊണ്ട് ഇതെന്താരോ, നമ്മൾ കല്യാണത്തെ പറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് നമ്മളെങ്കിലും മാറി നിൽക്കണം സഹോദരങ്ങളെ. പോസിറ്റീവായിട്ട് പറയാൻ നമ്മൾ മുന്നോട്ട് വരണം. അതേപോലെ തന്നെ ഈ പബ്ലിക് റിയാക്ഷൻ വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ആളുകൾ യൂട്യൂബിൽ റീച്ച് ഇട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്താണ്? ആൾക്കാരോട് ചോദിക്കുക, വിവാഹത്തിന് മുമ്പ് സെക്സിന് താല്പര്യമുണ്ടോ? കുട്ടികളോട് ചോദിക്കുക, എന്നിട്ട് തട്ടട്ട പെൺകുട്ടിയോട് ചോദിക്കുക, എന്നിട്ട് 1000 തട്ടട്ട പെൺകുട്ടിയോട് ചോദിച്ചിട്ടുണ്ടാവും. 999 പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവും പറ്റൂലാന്ന്. ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടാവും എന്ത്? അതെന്താ കുഴപ്പം? അത് വേണ്ടത് തന്നെയല്ലേ? എന്നിട്ടോ അത് അവൻ്റെ ചാനലിടുക. കണ്ടോ, ഒരു മുസ്ലിം കുട്ടി പറയുന്നത് നോക്കൂ. എന്നിട്ട് കാണണോ വിചാരിച്ചതൊക്കെ എല്ലാ മുസ്ലിം പെൺകുട്ടികളും ഇങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ കമന്റ് ഇങ്ങനെ കൊടുക്കുക. ഇത്തരത്തിൽ മോശമായ പബ്ലിക് റിയാക്ഷൻ വീഡിയോസ്, ഇതൊക്കെയാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് എന്താ സെക്സിന് കുഴപ്പം അല്ലേ? എന്താ കേട്ടാ തോന്നുന്നു സർബത്ത് എടുക്കണോ ചായ എടുക്കണോ എന്ന് ചോദിക്കുന്ന മാതിരിയാണ്. ബെസ്റ്റ് എന്ന സാധനം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി ബെസ്റ്റി എന്ന് പറയാം. അപ്പോൾ അതാണ് ആകെ പെണ്ണാകെ ആരെയും പറ്റില്ല കേട്ടോ. ബെസ്റ്റിയുമായിട്ട് ലൈംഗിക ബന്ധത്തിന് താല്പര്യം, ഒരു ബെസ്റ്റി നിങ്ങളോട് ലൈംഗിക ബന്ധത്തിന് ചോദിച്ചാൽ നിങ്ങൾ സമ്മതിക്കും?
അപ്പൊ ഒരു മുസ്ലിം അങ്ങോട്ട് വരാം, അതിന്റെ മൂഡ് പോലെ വെക്കുന്നു. എന്താ അപ്പൊ നിന്റെ മൂഡ് പോലെ ഉണ്ടാവും? അപ്പൊ അത് പറയാം, എന്നിട്ട് ആ റിയാക്ഷൻ വീഡിയോ ഇടുക, എന്നിട്ട് എല്ലാവരും കാണുക. അപ്പൊ എല്ലാവരും ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ്. അതിലൊന്നും വലിയ അത്ഭുതമല്ല അല്ലേ? ഇതിലൊന്നും വലിയ അത്ഭുതം, ഇതൊക്കെ തന്നെയാണ് ഇവിടെ. അങ്ങനെ നല്ലവിടെ ഇവിടെ നന്നായി ചിന്തിക്കുന്നവരുണ്ട്, നന്നായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് എന്താ ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീന് ഇതിനൊക്കെ ഒരു പരിഹാരമുള്ളൂ, മതബോധം എന്നുള്ള പരിഹാരം മാത്രമേ ഉള്ളൂ. അതിനാണ് 1944 മദ്രസ ഉണ്ടാക്കിയത്. അതാണ് ഈ സംവിധാനങ്ങളൊക്കെയും അതിനു വേണ്ടിയുള്ളതാണ്. കൃത്യമായ മതബോധം, സൃഷ്ടാവിനെ പറ്റിയുള്ള ബോധം ഉണ്ടാകാൻ, ആ സൃഷ്ടാവിലേക്ക് മടക്കപ്പെടുമെന്നുള്ള ബോധം. ഈ 3 കാര്യമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്, അവനെ മാത്രം പരമേൽപ്പിക്കുക എന്നുള്ളത്. അതെപ്പോഴാണ് ആരാധിക്കുക? ആ അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ഒരാൾ അള്ളാഹുവിനെ അറിഞ്ഞാൽ നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കും. അതാണ് റമദാൻ. അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ സാമ്പിൾ വെടിക്കെട്ടാണ് റമദാൻ. ആ റബ്ബിനെ അറിയാൻ, ആ റബ്ബിലേക്ക് ഒന്നടുക്കാൻ, ആ റബ്ബിലേക്ക് ഇബാദത്ത് ചെയ്യാൻ, ആ റബ്ബിനെ സ്നേഹിക്കാൻ. അറിയുന്തോറും നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കും. ഒരു മരുഭൂമിയിൽ ഒരാൾ ഒറ്റപ്പെടുന്ന അവസ്ഥ അറബി നോവലിലൊക്കെ വായിക്കാൻ പറ്റും, അറബി കഥകളിലൊക്കെ കാണാൻ പറ്റും. ഒരു മരുഭൂമിയിൽ ഒരാൾ ഒറ്റപ്പെട്ടാൽ എന്താ അറബികൾ എന്താ ചെയ്യാറുകൾ? ഒരു കുഴി കുത്തിയിട്ട് അതിൽ ഇറങ്ങി കിടക്കുന്ന. എന്തിനറിയോ? മരണം ഉറപ്പാണ്. അതുകൊണ്ട് ഇനി മൃഗങ്ങൾ കൊത്തി വരിക്കാതിരിക്കാൻ നമ്മളൊരു കുഴി കുത്തുക, എന്നിട്ട് അതിൽ കിടക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിക്കും, കാറ്റ് വന്ന് നമ്മളെ മറയത് പൊയ്ക്കോളും, മണൽ വന്ന്. കാരണം ഇനി രക്ഷല്ല. അതാണ് മരുഭൂമിയിൽ കുടുങ്ങിയാലുള്ള അവസ്ഥ. വാഹനമല്ലാതെ കുടുങ്ങിയാൽ, ഒട്ടകം നഷ്ടപ്പെടുകയോ ചാകുകയോ ചെയ്താൽ ഒരാളുടെ അവസ്ഥ അതാണ്. എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരാൾ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പം ഒട്ടകം നഷ്ടപ്പെട്ടു. അങ്ങനെ ആള് വെള്ളമൊക്കെ ഭക്ഷണക്കൊട്ടകത്തിന്റെ മേലാണ്. ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഓടി തളർന്ന് ക്ഷീണിച്ച അവസാനം ബോധം കെട്ടുപോകുന്നു. എന്നിട്ട് കണ്ണു തുറന്നു നോക്കുമ്പം ആ ഒട്ടകന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. എന്തൊരു സന്തോഷം ഉണ്ടാവില്ല അയാൾക്ക്. അപ്പോൾ അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട്, അതിനേക്കാൾ സന്തോഷമുണ്ട് അള്ളാഹുവിന് തന്റെ അടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമെന്നാണ്. നിങ്ങൾ ആലോചിക്കുക, ഇതിനേക്കാൾ എങ്ങനെയാണ് പറഞ്ഞുതരാ? അത്രയും സ്നേഹിക്കുന്ന ഒരു അള്ളാഹുവിനെ കുറിച്ച്. എന്ത് ചെയ്ത തെറ്റ് മുഴുവൻ, ചെയ്ത അക്രമം മുഴുവൻ അള്ളാഹു പുറത്തു തരുന്നു മാത്രമല്ല, അള്ളാഹ്ക്ക് അത്രയും സന്തോഷം ഉണ്ടാകുകയാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ. അങ്ങനത്തെ അള്ളാഹ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. ആ അള്ളാഹിനെ അറിഞ്ഞിക്കണമെങ്കിൽ എങ്ങനെ അള്ളാഹ് നിങ്ങൾ സ്നേഹിക്കാതെക്ക, എങ്ങനെ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കാതെക്ക? അതാണ് ആരാധന എന്ന് പറഞ്ഞാൽ, അതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം, അതാണ് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സമയമാണ് ഈ റമദാൻ. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കണം, അള്ളാഹിൻ്റെ റസൂലിനെ നിങ്ങൾ അറിയണം, അള്ളാഹിൻ്റെ റസൂലിനെ പഠിക്കണം. അതറിയുന്നതിലൂടെ സഹോദരങ്ങളെ ഇതിന് മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദീന് പഠിപ്പിക്കുമ്പോൾ മതബോധം ഉണ്ടാവുമ്പോൾ. അതുകൊണ്ട് നമ്മൾ മദ്രസ, അത് നിങ്ങളെ മക്കൾ ചിലപ്പോൾ ബാംഗ്ലൂരായിരിക്കും, ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും. ഇവിടെ കുറേ പണ്ടേ അരീക്കോട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നരുള്ള നാടാണ് അരീക്കോട് എന്ന് പറഞ്ഞാൽ. എവിടെ ലോകത്തിന്റെ ഏത് മൂലയിൽ നിങ്ങൾ പോയിട്ട് ഒരു മുസ്ലിമിനെ കണ്ടോ അരീക്കോട്ടുകാരനേക്കാരെന്നാ പറയാം. അത്രയും വിദ്യാസമ്പന്നരുള്ള നാടാണ് അരീക്കോട്. ഇതിനൊക്കെ ഒരു കാരണമുണ്ട് ഇവിടെ, അല്ലേ സഹോദരങ്ങളെ? ഇന്ന് കുറേ ആളുകളുടെ ബന്ധുക്കൾ യൂറോപ്പിലും ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞെന്താ സഹോദരങ്ങളെ, നിങ്ങളെ മഹല്ല അവിടെയൊക്കെ കിടക്കണം, ഇപ്പോൾ നിങ്ങളെ മക്കൾ അവിടെയാണ്. അതുകൊണ്ട് ഒരു നിബന്ധനകൾ വെക്കണം, ആഴ്ചയിൽ ഒരു മലയാളം ഖുതുബ കേൾക്കണം, പോയി കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കണം, അല്ലേ? നല്ല തൗഹീദ് പറയുന്ന പള്ളിയിൽ ഒരു ആഴ്ചയിൽ ഒരു ഖുതുബ കേൾക്കണം. ഈ സംവിധാനമല്ലേ ഓൺലൈൻ ആയിട്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഖുതുബ കേൾക്കണം, ഒരു ഖുതുബെങ്കിലും. കാരണം അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച ഖുതുബ വെച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് കേട്ടാലേ, അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോകും തീരും. പിന്നെ മദ്രസ സംവിധാനങ്ങൾ, നമ്മളെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കണം. മദ്രസയിൽ അത് ഇവിടെ അല്ലേ, ബാംഗ്ലൂരാണോ ഡൽഹിയിലാണോ നിങ്ങൾ സിംഗപ്പൂരാണോ, ഓൺലൈൻ മദ്രസയിൽ നാട്ടിലെ മദ്രസയിൽ ചേർക്കണം, ദീന് പഠിപ്പിക്കണം. അത് സംശയമില്ല. മതബോധം നൽകാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചും. ഞങ്ങൾ ഈ 3 ബേസാണ് ഈ മതത്തിന്. ഒന്ന് തൗഹീദാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അത് അള്ളാഹുവിനെ അറിയുന്നതിലൂടെ തന്നെ നടക്കുള്ളൂ. രണ്ടാമത്തത് റിസാലത്താണ്, അള്ളാഹു നൽകിയ ഗൈഡൻസ് ആണ്, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, അല്ലേ? അള്ളാഹിന്റെ റസൂലിനെ പറ്റി പഠിച്ചാൽ മനസ്സിലാവും. അള്ളാഹിന്റെ റസൂൽ ദരിദ്രനായിരുന്നു സഹോദരങ്ങളെ, അള്ളാഹിന്റെ റസൂൽ ദരിദ്രനായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ദാരിദ്ര്യത്തെ പറ്റി നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അള്ളാഹിന്റെ റസൂല് പട്ടിണി കാരണം എങ്ങനെ ചുരുണ്ട് കിടക്കുന്നത്, ദിവസം മുഴുവനും ചുരുണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉമർദാന് പറയാണ്, ഒരു ദഖൽ എന്ന ഈത്തപ്പഴം, അല്ലേ? ദഖൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനന്റെ കൂട്ടത്തിൽ, ദഖൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും മോശമായ ഈത്തപ്പഴത്തിനാണ് ദഖൽ എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്ന് മുന്തിരി വാങ്ങുമല്ലോ, പച്ചമുന്തിരി. ആ മുന്തിരി വാങ്ങി വെള്ളത്തിലിട്ടാലേ കുറച്ച് കറുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും, തിന്നാലും ചെയ്യേണ്ട, അത് നമ്മൾ എടുത്തിടും. അതിനാണ് ദഖൽ എന്ന് പറയാം, ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തിലെ ദഖൽ എന്ന് പറഞ്ഞാൽ.
ആ ദക്കൽ പോലും കിട്ടാതെ, അതുപോലും തിന്നാൻ കിട്ടാതെ അള്ളാന്റെ റസൂല് ചുരുണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരാണ്? അഷ്റഫുൽ ഖൽഖാണ്. ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട വ്യക്തി അള്ളാഹുവിന്റെ റസൂലാണ് സഹോദരങ്ങളെ. പട്ടിണി കിടന്നത് അല്ലേ? പട്ടിണി കിടന്നത് എന്താണ്? അസാനുബിനു എന്താണ് ആബിസ് ബിൻ റബീഹ, ആബിസ് ബിൻ റബീഹയോട് ആയിഷ റളിയല്ലാഹു പറയുന്നത്, ചോദിക്കുന്നുണ്ട്. ആബിസ് ബിൻ റബീഹ ആയിഷയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വീട്ടിൽ ആടിന്റെ കുളമ്പ് ഒരു മാസത്തിലധികമൊക്കെ ആടുമാടുകളുടെ കുളമ്പ് ഉപയോഗിച്ചിരുന്നു എന്ന് കേൾക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഫളഹിക്കത്താണ് ആയിഷ ബീവി ചിരിച്ചു എന്നാണ്. എന്താ സഹോദരങ്ങളെ ആടിന്റെ കുളമ്പ് പറഞ്ഞാല്? കാല് ഒന്നും ഉണ്ടാവില്ല, അത് ചൂടുവെള്ളത്തിലിട്ട് കുടിച്ച, അത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ച ഒരു മാസക്കാലം. ആയിഷ റളിയല്ലാഹു ചിരിച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞ മറുപടി എന്താരോ? ആല് മുഹമ്മദ് തുടർച്ചയായി 3 ദിവസം ഗോതമ്പിന്റെ റൊട്ടിയും കറിയും ഒരുമിച്ച് കഴിച്ചിട്ടില്ല എന്നാണ്. എത്ര തിന്നു സഹോദരങ്ങളെ നമ്മള്. ഇന്ന് നമ്മളെ കാത്തിരിക്കുന്ന പെരിയിൽ എന്തൊക്കെയാണ് അല്ലെ? 3 ദിവസം തുടർച്ചയായിട്ട് ഗോതമ്പും കറിയും കൂട്ടി കഴിച്ചിട്ടില്ല എന്ന്, ആല് മുഹമ്മദ് കഴിച്ചിട്ടില്ല എന്ന് ചിരിച്ചുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു പറഞ്ഞത് അല്ലെ? അസാനുബിന് കായിൽ പറയാണ്, അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് അവരോട് ആയിഷ ബി പറയാണ്, അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് രാത്രി ആടിന്റെ ഒരു കാലിന്റെ ഭാഗം കൊണ്ടുവന്നു. ആടിന്റെ കാലിന്റെ ഭാഗം ഞാനും നബിയും മാറി മാറി മുറിച്ചതാണ്. കുറച്ചേരം ഞാൻ മുറിക്കും, അപ്പൊ ക്ഷീണിക്കുമ്പോ പിന്നെ നബി പിടിക്കും, ഞാൻ മുറിക്കും, ഞാൻ പിടിക്കും, നബി മുറിക്കും, അങ്ങനെ പറയാണ്. അപ്പോ അവര് ചിരിച്ച് ചോദിക്കണ്, അന്ന് നിങ്ങൾക്ക് വിളക്കില്ലേന്നോന്ന്? അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ആ വിളക്കിലൊഴിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങൾ തിന്നുമായിരുന്നു, ഞങ്ങൾ കുടിക്കുമായിരുന്നു സഹോദരങ്ങളെ. അത്രയും ദാരിദ്ര്യത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചത് സഹോദരങ്ങളെ. അതുകൊണ്ട് ദുനിയാവിലെ എന്തെങ്കിലും നഷ്ടങ്ങൾ അല്ലെ, ഒരു വീടില്ല എന്നുള്ളതോ, ഒരു ജോലി ഇല്ല എന്നുള്ളതോ, ഒരു സാമ്പത്തിക പ്രയാസമുണ്ടായി എന്നതോ നമ്മൾ അലോരസപ്പെടുത്താൻ പാടില്ല സഹോദരങ്ങളെ. ദുനിയാവിന് എന്തെങ്കിലും ഒരു വാല്യൂ നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂലിന് നൽകുമായിരുന്നു. ദുനിയാവ് അങ്ങനെ കൊടുത്തിട്ടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അതിന്റെ പേരിൽ വിഷമിക്കണ്ട. ദുനിയാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെ, സയ്യിദ് ഇബ്നു മഖ്ബൂരി പറയാണ്, എന്താണ് അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുകയാണ്. അപ്പൊ കുറച്ച് ആളുകൾ ഇങ്ങനെ ആടിനെ വേവിക്കണം, എന്നിട്ട് വേവിച്ചു കണ്ട് തിന്നണം എല്ലാവരും വട്ടത്തിലിരുന്നിട്ട്. അപ്പോ അവര് അബൂ ഹുറൈറനെ ക്ഷണിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഈ ദുനിയാവിൽ നിന്ന് പോയിട്ട് തുടർച്ചയായിട്ട് 3 ദിവസം ഒരു ഗോതമ്പിന്റെ റൊട്ടി പോലും വയറ് നിറച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ തുടർച്ചയായിട്ട് 3 ദിവസം കഴിച്ചിട്ടില്ല എന്നാണ്. ആ റസൂലിനെ ഓർക്കുമ്പോൾ എനിക്കിത് തിന്നാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഉപരൈ തിന്നാതെ പോയി എന്നാണ്, വഴി നടന്നു പോയി എന്ന് സയ്യിദ് ഇബ്നുൽ മഖ്ബൂരി റഹ്മത്തുള്ളാഹി പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ പട്ടിണി കിടക്കണമെന്ന് പറയാനല്ല സഹോദരങ്ങളെ. നമ്മൾ അനുഭവിക്കുന്ന ഒരു ലക്ഷറി, ആ ലക്ഷറിയെ കുറിച്ച് നമുക്ക് ബോധ്യം വേണം അല്ലേ? നമുക്കൊരു ഭക്ഷണത്തിന് പ്രയാസം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? പട്ടിണി എന്താ നമ്മൾ ആരെങ്കിലും അറിഞ്ഞണ സഹോദരങ്ങളെ? ₹1 റേഷൻ പിടി BPL വരെ അരി കിട്ടും, പട്ടിണി നമ്മൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ പഠിപ്പിക്കും. സൂറത്ത് ബഖറയിലെ ആയത്താണ്. സത്യത്തിൽ ആ ആയത്തിൽ പട്ടിണി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നു പറയുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ എനിക്ക് ഇതേവരെ ജീവിതത്തിൽ ഒരു പരീക്ഷണം ഉണ്ടായില്ല. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാൻ തരോ, എനിക്ക് അള്ളാഹു തീർച്ചയായും പരീക്ഷിക്കുന്നു പറഞ്ഞല്ലോ, പട്ടിണി കൊണ്ട് പരീക്ഷിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതുവരെ ഒരു പരീക്ഷണം പട്ടിണി കൊണ്ട് എനിക്കുണ്ടായിട്ടില്ല. ഞാൻ അറിയുന്ന ഒരാൾക്കും ഈ കാലത്ത് ഉണ്ടായിട്ടില്ല പട്ടിണി കൊണ്ട്. അതിങ്ങനെ ഒരു ദിവസം ആലോചിച്ച് നിന്ന സന്ദർഭത്തിൽ ഞാൻ ICUടെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരാൾ എന്നെ അടുത്തേക്ക് വിളിച്ചു. എൻ്റെ താടി കണ്ടേ കാരണം വർത്താനം പറയാൻ പറ്റിയ ഒരാൾ നിനക്ക് എന്നെ വിളിച്ചു മെല്ലെ. അപ്പോൾ എന്താ വെച്ചാൽ കുടലിന് വലിയൊരു സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. തൊണ്ടയിലൊക്കെ ട്യൂബ് ഇട്ടുണ്ട്, മൂക്കിലും ട്യൂബ് ഇട്ടുണ്ട്. എന്നിട്ട് അതിനൊരു പച്ച ഈ പിത്തം അങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നോട് അയാൾ ചോദിച്ചു, ഒരിറ്റു വെള്ളം എൻ്റെ നാവുക്കാക്കി തരാൻ പറ്റും? ഒരിറ്റു വെള്ളം ഇവരെ കുടല് പൊട്ടിയിട്ട് തുന്നിയൊക്കെയാണ്. അപ്പോൾ ആ തുന്നിയത് കൂടണമെങ്കിൽ 2-3 ദിവസം എടുക്കും, എന്നാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതുവരെ മൂപ്പര് പട്ടിണിയാണ്. അപ്പൊ അതുകൊണ്ട് നാവൊക്കെ വരണ്ടിങ്ങനെ പൊട്ടി നിൽക്കണം, ചുണ്ടൊക്കെ. ഒരിറ്റു വെള്ളം എൻ്റെ വായിക്കൊന്ന് ആക്കി തരുമോ സഹോദരങ്ങളെ? അതുകൊണ്ട് ദാരിദ്ര്യം വരണ്ട പട്ടിണി കൊണ്ട് പരീക്ഷിക്കാണ്. കുടലിന് സർജറി ചെയ്താൽ മതി. 2 ദിവസം തിന്നാതെ കിടക്കും പറയും, വെള്ളം കുടിക്കാതെ കിടക്കും പറയും, ദാഹം എന്താണെന്ന്, പട്ടിണി എന്താണെന്ന് അപ്പം മനസ്സിലാവും. അതുകൊണ്ട് അഹങ്കരിക്കേണ്ട സഹോദരങ്ങളെ, ഒരു നിമിഷം മതി, ഒരു സെക്കൻഡുകൾ മതി ഇതൊക്കെ മാറ്റിമറിക്കാൻ അല്ലാഹ്. അതുകൊണ്ട് വിനയാന്വിതനാവുക, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് തിരിച്ചറിയണം സഹോദരങ്ങളെ. ഇതൊരു മഹല്ലാണ്, ഇവിടെ എല്ലാവരും ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വലിയ ചലഞ്ചുകളുണ്ട് അല്ലേ? നമ്മളെ കുട്ടികൾ അല്ലേ, വൃദ്ധരായ മാതാപിതാക്കൾ അല്ലേ, ഇവിടെ ഈ തുല്യ ആണിനും പെണ്ണിനും തുല്യ അവകാശം, അതാണ് പറയുന്നത്. എല്ലാവരും തുല്യരാണെന്നാണ്. കഴിഞ്ഞ ഒരു ദിവസം ഒരു അറബി മാഷുണ്ട്, ഒരു സുഹൃത്ത്. അപ്പൊ അദ്ദേഹത്തിനോട് ഒരു തമാശക്ക് പറഞ്ഞാണ്, ഇപ്പൊ സ്കൂളിലൊക്കെ എന്താ വെച്ചാൽ ഇപ്പൊ ടീച്ചർമാരൊക്കെ എല്ലാവരും തുല്യ അവകാശം എന്നാ പറയാ. ആണും പെണ്ണൊക്കെ ഒരേമാതിരിയാണ്. അങ്ങനെ ഭയങ്കര സ്റ്റാഫ് റൂമിൽ ഭയങ്കര വർത്താനാണ്. സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ഭയങ്കര ടീച്ചർമാർ ഇങ്ങനെ ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ സ്കൂൾക്കുള്ള അരിച്ചാക്ക് വന്നു, ഇറക്കാനുള്ള അരിച്ചാക്ക് വന്നു. അപ്പോൾ സ്കൂൾ എങ്ങനെ വെച്ചാൽ ഓരോ മാസ്റ്റർക്കും ഓരോ ടീച്ചർക്കും ഓരോ ചാക്കാണ്, അത് ഓരോ ഇറക്കണം. അപ്പോൾ സാധാരണ മാസ്റ്റർ എല്ലാം ഇറക്കി കൊടുക്കല്, ടീച്ചർമാർക്ക് ഇറക്കാൻ വയ്ക്കൂലല്ലോ. അപ്പോൾ ഇന്നിട്ട് മാഷ് കുറച്ച് ദേഷ്യത്തിലിരുന്നു, കാരണം തുല്യ അവകാശത്തിന് വേണ്ടി തർക്കിച്ച് മാഷ് തോറ്റിക്കണം. അപ്പോൾ മാസ്റ്ററിനു ഇന്നത്തെ അരി നിങ്ങൾ തന്നെ ഇറക്കിക്കളി, കാരണം തുല്യ അവകാശമാണല്ലോ, നിങ്ങൾ അരി നിങ്ങൾ തന്നെ ഇറക്കിക്കൊള്ളി ഇറക്കും. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാഇ ഫളലല്ലാഹു ബഅദുകും അലാ ബഅദ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞാണ് ഒരു സംവിധാനത്തിനൊരു ഹെഡ് വേണം. അതിൻ്റെ അർത്ഥം അവകാശമില്ലാത്ത സ്ത്രീകൾ അവകാശമില്ലാത്തവരെന്നല്ല, ഓരോരുത്തർക്കും അല്ലാഹു കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മളെന്താ അറിയോ, നമ്മൾ തേരെ തലകുത്തി, നമ്മൾ ദീനിന് മാത്രം എന്ത് ചെയ്തു, നമ്മൾ ദീൻ അങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്തു അല്ലേ. ഒരു പെരീക്ക് ഗാനമേളന്റെ നോട്ടീസ് ആയിട്ട് ഒരാൾ വരിക, അപ്പോൾ ഉമ്മ അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നോട്ടീസ് ഇട്ടേക്ക്, ഉമ്മ മോനെ ഇത് അനക്കുള്ളത് വന്നിട്ടുണ്ട്. ഖുർആൻ ക്ലാസിന്റെ നോട്ടീസ് വരുമ്പോൾ മകൻ വിളിച്ചിട്ട് അമ്മ അങ്ങക്കുള്ള നോട്ടീസ് ഉണ്ട്, ഖുർആൻ ക്ലാസ്സിന് നീ ഗാനമേളക്ക് മോനോ. സഹോദരങ്ങളെ, ദീൻ എന്നത് അത് ആത്മാവിന്റെ ഭക്ഷണമാണ്, ആത്മാവിന്റെ ഭക്ഷണമാണ് ദീന്. അതെല്ലാവർക്കും കിട്ടേണ്ടതാണ് അല്ലേ, അതെല്ലാവർക്കും കൊടുക്കേണ്ട സാധനമാണ്. അത് നമ്മൾ പഠിപ്പിക്കണം, ആ ബോധം നമ്മൾ ഉണ്ടാക്കണം. ദീനിന്റെ വിഷയത്തിൽ കോംപ്രമൈസ് പാടില്ല അല്ലേ, അത് അല്ലാഹുവിൻ്റെതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് വേണം, നമ്മൾ അത് പഠിപ്പിക്കണം, മതം പഠിപ്പിക്കണം. നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുകൾ നമ്മൾ കുട്ടികൾക്ക് നൽകണം അല്ലേ. ഇപ്പൊ മിശ്രവിവാഹം ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കണം. എന്താ നിങ്ങൾ ഈ മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ മിശ്രവിവാഹത്തിൽ ഉണ്ടാകുന്ന കുട്ടി ഏത് മത, പണ്ടൊക്കെ ഇവിടെ എങ്ങനെ വെച്ചാൽ ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചാൽ ഹിന്ദു മുസ്ലിം ആകണം, അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു ആണ്. എന്നിട്ട് ഓൽക്കുണ്ടാകുന്ന കുട്ടി ഒന്നിലും ഹിന്ദുക്കാരോ അല്ലെങ്കിൽ മുസ്ലിം ആയിക്കാരോ. ഈ മിശ്രവിവാഹത്തിൽ എന്താ അറിയോ, ഉമ്മ പറയും എൻ്റെ മാരി ഇപ്പോൾ ഞാൻ മുസ്ലിം ആക്കാനും വാപ്പ സമ്മതിക്കൂല, ഹിന്ദു ആക്കാനും നീ സമ്മതിക്കൂല, എന്നാ ഒന്നും വേണ്ടാറേ. അങ്ങനെ ഒന്നും ഇല്ലാത്തൊന്നിനുണ്ടാക്കുക, മതമില്ലാത്തൊന്നിനുണ്ടാക്കുക. ഇതൊക്കെ വ്യക്തമായ മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വ്യക്തമായ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് ദീന് നമ്മളെ മക്കൾക്ക് കൃത്യമായിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കുക, മതബോധങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ ഇവിടെ വരുന്ന എല്ലാ പോക്സോ പീഡനങ്ങൾ അല്ലെ, പോക്സോ കേസിലൊക്കെ പ്രതികളെ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒന്നെന്താ അറിയോ, 50 വയസ്സിന് മുകളിലുള്ളവരാണ്. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് എന്തിനാണ് സഹോദരങ്ങളെ, സ്വന്തം കുടുംബക്കാരാണ്. രണ്ടാമത്തെ 2 പോയിന്റാണ് പോക്സോ കേസ് പഠിച്ചാൽ കിട്ടുക. ഒന്ന് ബന്ധുവാണ് പീഡിപ്പിക്കുന്നത്, ബന്ധുവാണ് ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നത്. രണ്ടാമത്തതോ 50 വയസ്സിന് മുകളിലുള്ള ആളാണ്. 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സഹോദരങ്ങളെ, ഇസ്ലാമിലെ കുടുംബ സംവിധാനങ്ങളിൽ നിന്ന് അവർക്ക് വിവാഹത്തിൽ കിട്ടേണ്ടത് കിട്ടണം. ചില പെണ്ണുങ്ങൾക്കൊക്കെ എന്താ വെച്ചാൽ 50 വയസ്സ് കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞിടുന്നുള്ളതാണ് അല്ലേ. അങ്ങനെ പാടില്ല സഹോദരങ്ങളെ. സ്വന്തം ഭർത്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയാസം നമ്മൾ കുടുംബത്തിലില്ല എന്നുള്ളത്. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എപ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, ആരാണ് പ്രതി എന്നാണ് എപ്പോഴും നോക്കുക. ആരെ കുഴപ്പമാണ് അത് നമ്മൾ നിർത്തണം. ഒരാളെ കുഴപ്പം കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പം പറയാ ചെയ്യാം. അല്ല സഹോദരൻ, എൻ്റെ മിസ്റ്റേക്ക് എന്താണ്, എൻ്റെ അടുത്ത് എന്താണ് കുഴപ്പം, അത് ഞാൻ എന്താണ് തിരുത്തേണ്ടത് എന്ന് ഓരോരുത്തരും എന്ന് ആലോചിക്കാൻ തയ്യാറാണതോ, എന്ന് മാറാൻ തയ്യാറുള്ളൂ, അപ്പോഴേ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരുള്ളൂ. അതുകൊണ്ട് അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ആലോചിക്കുക, സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ നല്ല അച്ചടക്കമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഷട്ടിൽ കളിക്കാൻ പോകുമ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് കളിൻ്റെ ഇടയ്ക്കിനോട് പറയാണ്, ഇപ്പോഴാണ് എൻ്റെ കുട്ടി എൻ്റെതായത് ഇപ്പോഴാണ്. ഞാൻ അത്ഭുതപ്പെട്ടു, എന്ത് വർത്താനത്, എൻ്റെ കുട്ടിൻ്റെത്. അതെന്തുവരെ എൻ്റെ കുട്ടി ബജാജ് ഫിൻസർവിൻ്റെത്. ബജാജ് ഫിൻസർവിന്ന് ലോൺ എടുത്തിട്ടാണ് ഓൻ പ്രസവം നടത്തിയത്, ഓ സിസേറിയന്റെ പൈസ അടച്ചത്. എന്തിന് സഹോദരങ്ങളെ, ഉദൂയത്തിന് പോത്തിനെ വാങ്ങിയത് ബജാജിന് ഫൈനാൻസ് എടുത്തിട്ടാണ്. നിങ്ങൾ കേട്ടിണോ, മലപ്പുറം ജില്ലയിൽ പള്ളി പോണ ആൾക്കാരാണത്. പലിശയും ലോണുമായിട്ട് ഒരു ലജ്ജല്ലാത്ത ബന്ധം നോർമലൈസ് ചെയ്യപ്പെട്ടു. പലിശ, ലോണ്, കടം വാങ്ങുന്നതിന് പേടില്ല. ലക്ഷക്കണക്കിന് സാമ്പത്തിക ബാധ്യത. ഓരോ സാമ്പത്തിക കെണിയിൽ പെട്ട മക്കളിലെ 5 എണ്ണച്ചുണ്ടായിക്കണ്. എൻ്റെ 4 എണ്ണം ഇടങ്ങാറുണ്ടാക്കില്ല. ഒരുത്തനെ കൊണ്ടാണ് ഞാൻ കുടുങ്ങിയത്. ചില വാപ്പാര് പറഞ്ഞത് ഒരുത്തനെ കൊണ്ടാണ്. അവിടെ 20 ലക്ഷം കടന്ന് അത് വീട്ടി, ഈ പറമ്പും ആ തൊടുക്ക് വിറ്റ് വീട്ടിയപ്പോഴാണ് ഇനി വേറൊരു 30 ഉണ്ടല്ലോ. സാമ്പത്തിക അച്ചടക്കം അല്ലെ, കുടുംബം മൊത്തം കുളം തോണ്ടനാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, സാമ്പത്തിക അച്ചടക്കം നമ്മൾ പാലിക്കണം. നമ്മൾ എപ്പോഴും നിങ്ങൾ ശീലിക്കേണ്ടത്, എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ, നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അത് 3 കള്ളിൻ്റെ ഉള്ളിലേക്ക് വരണം. 3 കള്ളിൻ്റെ ഉള്ളിലേക്ക് വരണം. 1 ആവശ്യം, 1 അത്യാവശ്യം, 2 ആവശ്യം, 3 അനാവശ്യം. അത്യാവശ്യമുള്ളത് നമ്മൾ ചെയ്യണം, അനാവശ്യത നമ്മൾ ചെയ്യാൻ പാടില്ല. അത്യാവശ്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഈ 3 കള്ളി ചേർത്തിട്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ പാടില്ല. സാമ്പത്തിക അച്ചടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകൾ ഒരു പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ ഫൈനാൻസ് എടുക്കുകയാണ്, എന്നിട്ട് പുതിയ ഐഫോൺ വാങ്ങുക, എന്നിട്ട് കുറച്ച് അതിൻ്റെ പുതിയ വിൽക്കുക.
ഒരു ലജ്ജയും ഒരു പേടിയില്ലാതെ പലിശയുമായും ലോണുമായിട്ടും കടം വാങ്ങുക, സാമ്പത്തിക ബാധ്യത. സഹോദരങ്ങൾ, ഇത് വളരെ ഗൗരവമുള്ളതാണ്. അള്ളാന്റെ റസൂല് മയ്യത്ത് നിസ്കരിക്കാതെ പോയ വിഷയമാണ്. ആലോചിച്ച് നോക്കി, വേറെ ആളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ വിഷയമാണ്. കടണ്ടായി മരിച്ചാൽ വലിയ പ്രയാസമാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം, അത് സ്ത്രീകൾക്ക് പങ്കുണ്ട്. ഒരു പെര പൊളിച്ചു കണ്ടില്ലേ, അയലോകത്ത് പെര പൊളിച്ചു, ഓല അടുക്കള പൊളിച്ചു, ഓല അടുക്കള നന്നാക്കി അല്ലേ. ഓലെ ഒരു ഡോറുള്ള ഫ്രിഡ്ജ് വിറ്റ് ഒരു 2 ഡോർ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ഇവിടെ തിരക്കൂട്ടരുത് സഹോദരങ്ങളെ. ഇവിടെ താക്ക് വാങ്ങാൻ കഴിയില്ലെങ്കിൽ മിണ്ടാതെക്കണം. ഇവിടുത്തെ മാപ്പിളക്ക് അങ്ങനെ 2 ഡോറുള്ള ഫ്രിഡ്ജ് വാങ്ങാൻ കഴിയൂലെങ്കിൽ നമ്മൾ അപ്പുറത്ത് വാങ്ങി എന്ന് പറയരുത് സഹോദരങ്ങളെ. അദ്ദേഹത്തെ വിഷമിപ്പിക്കരുത് അല്ലേ. ആ സാധുവിന്റെ മനസ്സടങ്ങാറാവും. അതുകൊണ്ട് അതാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ. നോക്കി, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അല്ലേ, എന്താണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു, അല്ല അബൂ സലമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ദീർഘമായ യാത്ര കഴിഞ്ഞ് വരികയാണ് വീട്ടിൽ അല്ലേ. വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ അദ്ദേഹത്തിന് കുളിക്കാനുള്ള സമയത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് അവര് അന്ന് രാത്രി ലൈംഗികമായി ഭാര്യാഭർത്തൃ ബന്ധം നടന്ന് രാവിലെ എണീറ്റിട്ടാണ് എന്ത് പറയുന്നത്, ഭാര്യ പറയുന്നത്, നമ്മളെ മോൻ ഇന്നലെ രാത്രി മരിച്ചിട്ടുണ്ട്, മയ്യത്ത് അപ്പുറത്തെ റൂമിൽ വെച്ചിട്ടുണ്ട്. ഭർത്താവ് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞില്ല എന്നാണ്. നേരം വെളുത്ത് സമാധാനമായിട്ടാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, അതാണ് വിശ്വാസം അല്ലേ. അതാണ് ഇസ്ലാം ധാർമ്മികമായി ഉയർത്തിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്ത്രീകൾക്കും സാമ്പത്തിക അച്ചടക്കത്തിൽ നല്ല പങ്കുണ്ട്. ഭർത്താവിന്റെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾക്ക് കടിഞ്ഞാനിടാൻ വലിയ ആഗ്രഹങ്ങൾ പറയാതിരിക്കുക എന്നതിൽ ഓരോ കുടുംബക്കാർക്കും ഓരോ കുടുംബിനികൾക്കും പ്രത്യേക റോളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ലഹരിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരാൾക്ക് ലഹരി ഉണ്ടായാൽ ആ കുടുംബം മൊത്തം കുളവും അല്ലേ. കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ലഹരി. കുറച്ചാണെങ്കിലും ഉപയോഗിക്കാനുള്ള അനുവാദം ഇസ്ലാമില്ലെന്ന ചില ആൾക്കാരെന്താ പറയാരോ, കുറച്ചല്ലേ, എപ്പോഴെങ്കിലും അല്ലേ, ഒരു ടൂറൊക്കെ പോകുമ്പോൾ ഒന്ന് അടിച്ചാൽ എന്താ പ്രശ്നം അല്ലേ. ഒരു ടൂർ പോകുമ്പോൾ ഇടക്കൊക്കെ ഒന്ന് അടിച്ചാൽ എന്താ പ്രശ്നം. ഒരാൾ പറയും, ഞാൻ കുറേ കാലമായിട്ട് ടൂർ പോകുമ്പോൾ അടിക്കലുണ്ട്, എനിക്ക് പ്രശ്നമില്ലല്ലോ. അതന്നെയാണ് അഡിക്ഷൻ തന്നെ. എല്ലാ ടൂറിനും മൂപ്പർക്ക് കിട്ടണം, അത് അഡിക്ഷനാണെന്ന് പോലും മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിൽ MDMകൾ, ഇതേപോലത്തെ ലഹരി വസ്തുക്കൾ, കഞ്ചാവ് അല്ലെ. കഴിഞ്ഞ ദിവസം ഒരു സർജറിക്ക് വന്ന ഒരു ഉമ്മ, ഈ ഭാഗത്തിനൊക്കെ സ്ഥലം ഞാൻ പറയില്ല, ഈ ഭാഗത്ത് തന്നെ വന്ന് ആ അമ്മ പറയാൻ, മോന് എന്താണ് സർജറിക്ക് വന്നിട്ട് അഡ്മിറ്റ് ആയിട്ട് ഞാൻ റൂമിലേക്ക് കയറുമ്പോൾ എന്താ പറയുക, ഒരു ചെറിയ മോൻ ഇങ്ങനെ കമിഴ്ന്ന് നടക്കണം. 8ാം ക്ലാസ് പഠിക്കുന്ന ചെക്കൻ. സാധാരണ ഡോക്ടർമാർ റൂമിലേക്ക് ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ലെങ്കിലും കൗന്നടക്കണമല്ലോ ഒന്ന് എണീറ്റിരിക്കെങ്കിലും ചെയ്യും. പണ്ടൊക്കെ എല്ലാവരും എണീറ്റ് നീന്നു, ഇപ്പൊ എണീറ്റിക്കണം നമ്മൾ പറയില്ല. ഒരുത്ത കമിഴ്ന്ന് ഉറങ്ങുന്നുണ്ട് ആ റൂമിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്തമ്മ അപ്പം ഇങ്ങനെ കിടക്കണ ചോദിച്ചു. കാരണം ആ സമയത്ത് ഇങ്ങനെ കൗന്നടക്കുക. അപ്പൊ പറഞ്ഞു, ഓന് കഞ്ചാവാണ്. ആലോചിച്ച് നോക്കി ഉമ്മ പറയണേ. കാരണം അമ്മ നേരത്തെ ഈ സർജറി ചെയ്തെടുക്കുന്ന മകൻ കഞ്ചാവാന്ന് ഉമ്മ പറഞ്ഞേ. അപ്പൊ ഓനും കഞ്ചാവാണ്. 8ാം ക്ലാസ് പഠിച്ച ഓൻ കഞ്ചാവാണ്. നമ്മളെ നാട്ടിലാണിത്. എന്താ അറിയാതെ പോണ സഹോദരങ്ങളെ. ഇവിടെ കിക്ക്, ഓരോ പേരുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത്, ഓരോ സാധനങ്ങൾ. ഹാൾട്ട് ഉണ്ടോന്ന് ചോദിച്ചു പോലീസുകാർ പറയാണ്. കഞ്ചാവിൽ അറസ്റ്റിലായ ചെക്കൻ്റെ ഫോണിൽ വരുന്ന കോളാണ്. ഹാൾട്ട് ഉണ്ടോ പെൺകുട്ടി ചോദിക്കണത്. അതായത് ഓക്ക് സാധനം കൊടുത്ത് ഓൾ ഉപയോഗിച്ച് അന്ന് രാത്രി പെരീക്കോ പറ്റില്ല, ഓക്ക് ഹാൾട്ടാക്കാനുള്ള സ്റ്റേഷൻ കൂടി കിട്ടണമെന്നാണ്. ഹാൾട്ട് ഉണ്ടോ എന്നാ ചോദിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ ബാംഗ്ലൂർക്കോ ഡൽഹിക്കോ മൈസൂർക്കോ ലണ്ടൻക്കോ എവിടേക്കുമാണ് വിട്ടോളി. പക്ഷേ അവിടെയാണ് ജീവിക്കുന്നത്, ആരപ്പോഴാണ് കൂട്ടുകൂടുന്നത്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കണം, അറിയണം, ഇടപെടണം എന്ന് തന്നെയാണ് സഹോദരങ്ങളെ. കാരണം അതൊരു അമാനത്താണ്. അതുകൊണ്ട് ലഹരിക്ക് ഒരു ചാൻസ്. അതേപോലെ അശ്ലീലം, തോന്നിയാസം കാണുക. ഞാൻ നേരത്തെ പറഞ്ഞേ, ഇങ്ങനത്തെ തോന്നിയാസങ്ങൾ കാണുക എന്നുള്ളത് നോർമലൈസ് ചെയ്യപ്പെട്ടു. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്നാൽ അത് കാണുക എന്നുള്ളത് അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരസ്യങ്ങളായിട്ടും പോപ്പപ്പുകളായിട്ടും വന്നുകൊണ്ടേയിരിക്കണം. ഒരു മോശം വീഡിയോകൾ കണ്ടാൽ പിന്നെ അങ്ങനത്തെ തന്നെ വന്നുകൊണ്ടിരിക്കുക. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, അശ്ലീലം കാണുക തന്നെ തെറ്റാണ്. അശ്ലീല ബന്ധങ്ങൾ, വഴിവിട്ട ബന്ധങ്ങൾ അല്ലേ, വിവാഹേതര ബന്ധങ്ങൾ, അത് പാടില്ല, അത് തെറ്റാണ്. ഒരു ആണും പെണ്ണും ഒറ്റക്കാകരുത് അള്ളാന്റെ റസൂൽ പറഞ്ഞതാ. അത് ഫിസിക്കലി മാത്രമല്ല, വാട്സപ്പിൽ ഒറ്റക്കാകാൻ പാടില്ല, ചാറ്റ് പാടില്ല, ഓൺലൈൻ കോള് പാടില്ല. ഓഫ്ലൈനിൽ മാത്രമല്ല ഓൺലൈനിലും അന്യ സ്ത്രീയുമായി ചാറ്റ് ചെയ്യുന്ന ഒറ്റക്കാകുന്ന സന്ദർഭങ്ങൾ അള്ളാന്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. കാരണം അവിടെ മൂന്നാമത് പിശാചാണ് വരിക, തോന്നിവാസങ്ങളാണ് പറയാ അല്ലേ. വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്, വ്യഭിചാരത്തെ സമീപിക്കരുതെന്നാണ്. കാരണം ഏത് മുത്തക്കിയും വ്യഭിചരിക്കും, ഏത് മുത്തക്കിയും സമീപിച്ചാൽ വ്യഭിചരിക്കും. അങ്ങനെയാണ് മനുഷ്യപ്രകൃതി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വലാ തഖ്റബുസ്സിന, ഈ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന എല്ലാ മാർഗങ്ങളെയും ഇത് ഇസ്ലാം നിഷിദ്ധമാക്കിയത് അതുകൊണ്ടാണ് അല്ലേ. അന്യ സ്ത്രീകൾ ടൂറിന് പോവുക, അങ്ങോട്ട് പോവുക, തോന്നിയാസം. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ക്ലാസ് കഴിഞ്ഞ ഒരു ആൺകുട്ടി എന്നോട് വന്നിട്ട് വരാം, എന്താ സാറേ ഭയങ്കര പ്രശ്നമാണ്, നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ പെൺകുട്ടികളെ ഒന്ന് മടിയിലിരിക്കുന്നതാണ്. പെൺകുട്ടികൾ വന്ന് ആൺകുട്ടികളെ മടിയിലിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആൺകുട്ടികളെ മടിയിൽ തന്നെ ഇരിക്കാൻ നമുക്ക് ഇടങ്ങാറാണ്. അത് കണ്ടാൽ തന്നെ ഇടങ്ങാറാണ് നമുക്ക്. എന്നിട്ട് ആൺകുട്ടികളെ മടിയിൽ പെൺകുട്ടികൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സർജറി ചെയ്തിട്ട് ഒരു രോഗിനെ കിടത്തിയേക്കാണ്. അപ്പോൾ ഓനെ കാണാൻ ഓൻ്റെ ഫ്രണ്ട്സ് വന്നിക്കാണ്, എല്ലാവരും കൂടി വന്നിക്കാണ്, ആണും പെണ്ണൊക്കെ ഓനെ വിസിറ്റ് ചെയ്യാൻ വന്നിക്കാണ്.
ഓന്റെ അമ്മ പറയാണ്, പടച്ചോനെ എന്റെ റബ്ബച്ച് ബെയ്ജട്ടോടെ നിൽക്കാണ്. കാരണം പെൺകുട്ടികൾ വന്ന് ഓനെ ചാരി മുട്ടി നിൽക്കാണ് ഓന്റെ അമ്മാന്റെ മുമ്പിൽ നിന്ന്. അത് കണ്ട് കണ്ട് നോർമലൈസ് ചെയ്യപ്പെടുന്നു. കുഴപ്പമില്ലാന്ന്, മറ്റേതൊന്നുമില്ലല്ലോ, മറ്റതില്ലാന്ന്. പാടില്ല സഹോദരങ്ങളെ, പാടില്ല. അന്യ സ്ത്രീയുമായിട്ട് ഇടപെടാൻ പരിമിതികളുണ്ട്, പരിധികളുണ്ട്, ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അത് വഴിവിട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സകല തോന്നിയാസങ്ങളും ഈ കുടുംബ സംവിധാനത്തിലേക്ക് കയറി വന്നത്. അതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവാണ്. ഇത് നേരമ്പോൾ കോളം പറഞ്ഞാലും തീരൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ആകുള്ളത്, നമ്മൾ മനസ്സിൽ മരണമുണ്ട്, മരണത്തിന് ശേഷം ജീവിതമുണ്ട്. അതിനൊരു ലക്ഷ്യമുണ്ട്, അവിടെ ചോദ്യമുണ്ട്, വിചാരണ ഉണ്ട്. അതുകൊണ്ട് ഈ ജീവിതം അള്ളാഹു റസൂലും കൽപ്പിച്ച പോലെ. എന്താണ് നിയമം ചോദിച്ചാൽ, പടച്ചോൻ എന്താണോ പറഞ്ഞത്, അല്ല എന്താണോ പഠിപ്പിച്ചത്, റസൂൽ എന്താണോ പറഞ്ഞത്, അതാണ് നിയമം. അതാണ് മഹല്ലിന്റെ നിയമം, അതാണ് അള്ളാഹുവിന്റെ നിയമം, അതാണ് മഹല്ലിന്റെ നിയമം. അതിന് നമ്മളൊരു കൂട്ടായ്മയായിട്ട് നിൽക്കണമെന്ന് വെച്ചാൽ, ഇത് ഒരാൾക്ക് ഈമാൻ കുറയുമ്പോൾ പരസ്പരം ഓർമ്മപ്പെടുത്താൻ അല്ലേ, ഒരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല സൗകര്യങ്ങളുണ്ട്. കാരണം നമ്മൾ നല്ല ആളുകളുടെ, ഈ നല്ല ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും ഒരു എളുപ്പമുണ്ട്. അതിനു വേണ്ടിയാണ് ഈ സംവിധാനം. പരസ്പരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ അടിഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഓരോ കൂട്ടായ്മകളും നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനും നമ്മൾ അള്ളാഹുവിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാക്കാനും വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ കൂട്ടായ്മ. ആ ഒരു കൂട്ടായ്മ അങ്ങനെ തന്നെ കാണാനും, മതം പഠിക്കുക. അള്ളാഹുവിനെ പറ്റി ചെറിയ റമദാൻ വലിയൊരു അവസരമാണ്. നിങ്ങൾ നബിയുടെ സീറ പഠിക്കണം, നബി ചരിത്രം വായിക്കണം, ദീന് പഠിക്കണം, ഖുർആൻ പഠിക്കണം. അതൊക്കെ സഹോദരങ്ങളെ, അതുകൊണ്ട് മാത്രമേ നാളെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതിനെപ്പറ്റി മാത്രമേ അള്ളാഹു നിങ്ങൾ സന്തോഷിച്ചോളി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ദുനിയാവിൻ്റെ ഏതെങ്കിലും വിഭവങ്ങൾ കിട്ടി എന്നതുകൊണ്ടോ, ഏതെങ്കിലും വിഭവം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ടോ ദുഃഖിക്കാനും സുഖിക്കാനും സന്തോഷിക്കാനും അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചത് മുഴുവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ ഈ ഗൈഡൻസിനെ കുറിച്ചാണ്, അതിനെക്കുറിച്ചാണ്, ഈ ഖുർആനെ കുറിച്ചാണ് നിങ്ങൾ സന്തോഷിച്ചോളി എന്ന് പറഞ്ഞത്. ഈ സ്വർഗത്തെക്കുറിച്ചാണ് നിങ്ങൾ സന്തോഷിച്ചോളി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മൾ ഒന്നിച്ച് ഒരു കുടുംബമായിട്ട് എല്ലാവർക്കും വേണം. ഉമ്മാക്ക് ഖുർആൻ ക്ലാസ്, മകന് ഫുട്ബോൾ ടൂർണമെന്റ് അല്ല സഹോദരങ്ങളെ, എല്ലാവർക്കും ഉള്ളതാണ് ദീന്. അങ്ങനെ നമ്മൾ ഒന്നായിട്ട് നമ്മൾ നാളെ സ്വർഗത്തിൽ പോകുന്ന, കുടുംബത്തോടെ സ്വർഗത്തിൽ പോകുന്ന, കുടുംബത്തെ നരകത്തിൽ നിന്ന് കാക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു ബോധം 24 മണിക്കൂർ ഉണ്ടായിട്ട് അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് പറയാൻ പറ്റിയെടുത്ത് പറയണം, തടയാൻ പറ്റിയെടുത്ത് തടയണം. സഹോദരൻ, നമ്മളെ മക്കളാണ്, അവർ നാളെ നരകത്തിൽ പോകരുത്. നമ്മളെ ഭാര്യയാണ്, നമ്മളെ ഭർത്താവാണ്, നമ്മളെ മക്കളാണ്. ആ ഒരു ബോധം അവർ നരകത്തിൽ തീ സ്പർശിക്കരുത്. കാരണം ഇതൊക്കെ അവസാനിക്കും. അല്ലേ, ഒരു റിപ്പോർട്ട് വന്നാൽ മതി അല്ലേ. ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെക്കൻഡുകൾ കൊണ്ട് ഒരാൾ തലറങ്ങി വീഴാണ്, സംസാരശേഷി നഷ്ടപ്പെടാം. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ പടച്ചോൻ തന്ന അനുഗ്രഹം ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്ന സെന്ററിന്റെ മുമ്പിൽ പോയി നിന്നോളി. രാവിലെ പോയി നിന്നാൽ മതി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പറ്റ വയസ്സായ മരിച്ചാൻ കിടക്കുന്ന ആൾക്കാർക്കാണ് സ്ട്രോക്ക് വരിക. ഇന്ന് 35-40 വയസ്സുള്ള ചെറുപ്പക്കാരാണ് സ്ട്രോക്ക് ആയിട്ട് വരുന്നത്. ഒരു കുടുംബത്തിന്റെ അത്താണിയായി അല്ലേ, ഒരു സെക്കൻഡ് കൊണ്ട് വലത് കൈ തളരുകയാണ്, ഇടത് കൈ തളരുകയാണ്, സംസാരശേഷി നഷ്ടപ്പെടുകയാണ്. നോക്കി, മലമൂത്ര വിസർജനത്തിന്റെ കൺട്രോൾ പോവുകയാണ്, പിടിച്ച് നടക്കുകയാണ്. ഭാര്യയുടെ കൈ പിടിച്ച്, ഭർത്താവിന്റെ കൈ പിടിച്ച്, അല്ലെങ്കിൽ ഉമ്മയുടെ കൈ പിടിച്ച്, നാട്ടുകാരുടെ സുഹൃത്തിന്റെ കൈ പിടിച്ച് മാസങ്ങളോളം റിഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് വരികയാണ്. നേരെ പോലും നടക്കാൻ പറ്റുന്നില്ല സഹോദരങ്ങളെ. ഇതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് മാറും. ഇതൊക്കെ പരീക്ഷണമാണ്. എല്ലാ അനുഗ്രഹങ്ങളും, നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന ശക്തമായ തിരിച്ചറിവിലൂടെ ആ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, അവനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ജീവിതയാത്ര മുന്നോട്ട് പോയാലുണ്ടല്ലോ, അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ് സഹോദരങ്ങളെ, അത്ഭുതമാണ്. അത് മുഅ്മിൻ അല്ലാതെ മറ്റാർക്കില്ല. അവനെ ബാധിക്കുന്ന ശാരീരികവും മാനസികവുമായ ചെറിയ ഒരു പ്രയാസത്തിന് പോലും അവന് പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ, അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് മരിക്കാൻ കിടക്കുകയാണ്, ചെരിഞ്ഞിങ്ങനെ ചുമരിക്ക് നോക്കി കരയാണ്. ചുമരിക്ക് നോക്കി ആരാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ്? സഹോദരങ്ങളെ, ഹദീസിന്റെ വിഷയത്തിൽ 5 അബ്ദുള്ളമാരെന്നറിയപ്പെടുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. അതേ ഇങ്ങനെ കരയാണ്. മകൻ ചോദിക്കണേ, എന്താണ് വാപ്പാ നിങ്ങൾ ഇങ്ങനെ കരയണത്? നിങ്ങൾ സ്വർഗത്തിലല്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്യിച്ച ആളല്ലേ, നിങ്ങൾ ശാം പിടിച്ചടക്കിയ ആളല്ലേ, നിങ്ങൾ എന്തിനാണ് കരയണ വാപ്പ എന്ന് ചോദിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് എന്നൊരു മറുപടി ഉണ്ട്. സഹോദരങ്ങളെ, എൻ്റെ മോനെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് 3 ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന്, ഞാൻ കാഫിറായ കാലഘട്ടം, അന്ന് ഞാൻ റസൂലിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. അന്നെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ ഞാൻ കാഫിറാകുമായിരുന്നു. എന്നാൽ അതിനുശേഷം ഒരിക്കൽ ഘട്ടം കടന്നു വന്നിട്ടുണ്ട്, അത് ഞാൻ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്ത കാലമാണ്. അന്ന് എനിക്ക് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നെങ്ങാനും ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകുമായിരുന്നു. എന്നാൽ അതിനുശേഷം ഞാൻ വലിയൊരു കാലം അമാനത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്നറിയില്ല. അതിൻ്റെ പേടിയിലാണ് ഞാൻ എന്ന് പറയുന്ന ആ ഒരു ബോധം സഹോദരങ്ങളെ, അതാണ് 23 വർഷം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഉണ്ടാക്കിയത്. ആ മാറ്റമാണ് ഖുർആൻ ഇന്നും ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഖുർആനിൻ്റെ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ആ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണം. വലിയ അവസരമാണ് ഈ റമദാൻ നമുക്ക് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.